പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സമയവും നിങ്ങളുടെ ആയിരിക്കാനിടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തില് ദൈവം നമ്മളെ ഇത്രത്തോളം കാത്തു പരിപാലിച്ചു. നമ്മുടെ കഴിവോ മിടുക്കോ സാമർഥ്യമോ ഒന്നുമല്ല. ദൈവം നമ്മളോട് കാണിക്കുന്ന വിശ്വസ്തത മാത്രമാണ്. എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, എത്രയോ പേര് സമാധാനം സന്തോഷം ഇല്ലാതെ കഴിയുമ്പോൾ നമ്മളെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവനുള്ള പ്രദേശത്ത് ആക്കി തീർത്തത് ദൈവിക കൃപയാണ്. ദൈവിക എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. പ്രത്യേക എന്നെ ഈ പ്രയർ ലൈനിലേക്ക് ഇൻവൈറ്റ് ചെയ്ത എല്ലാ അതിൻ്റെ വഴിയൊരുക്കിയ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി അറിയിക്കുന്നു. എസ്പെഷ്യലി ഞങ്ങളുടെ ചർച്ചിൽ പാസ്റ്ററായിട്ടിരിക്കുന്ന ഉമ്മച്ചൻ പാസ്റ്ററിനോടും ആൻറ്റിയോടും ഒത്ത് ഈ സമയം ദൈവത്തെ ആരാധിപ്പാനിടയാക്കി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ബിൻസി ജോൺ സാമ്യുവൽ എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് എബി, അതാണ് ഒഫീഷ്യൽ നെയിമാണ്. ഒഫീഷ്യൽ നെയിം ജോൺ സാമ്യുവൽ എന്നാണ്. ഞങ്ങൾ ഫിലദൽഫിയയിലായിരിക്കുന്നു ഇപ്പോൾ. ഹാർവസ്റ്റ് IPC ചർച്ചിൻ്റെ ശുശ്രൂഷകനായിട്ട് എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കുന്നു. പാസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഏജിലെ പപ്പായുടെ TJ സാമുവലിൻ്റെ മക്കളാണ്. ദൈവം ഞങ്ങളെ ദൈവ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹവും. ഈ നാളുകളിലെ ഞങ്ങളുടെ ആഗ്രഹവും അത് തന്നെയാണ്. ദൈവം ഓരോരുത്തരെ വിളിച്ച് ഇറക്കിക്കൊണ്ട് വരുന്നതിൻ്റെ പദ്ധതികളും ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു സാക്ഷ്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ 95 നാട്ടിൽ നിന്ന് US കടന്നു വന്നു. 17 വയസ്സായപ്പോൾ ഞാൻ കടന്നു വന്നു ഇവിടെ. എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് 99 ഞാൻ കല്യാണം കഴിച്ചു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട 4 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നു. 3 ആൺകുഞ്ഞും 1 മോനുണ്ട് ഞങ്ങൾക്ക്. മൂത്ത ആൾക്ക് 23 വയസ്സ്, ഇളയ മോന് 13 വയസ്സ്. അങ്ങനെ ഓരോരുത്തരും ദൈവത്തിന്റെ കൃപയിൽ ഇപ്പോഴും ആയിരിക്കുന്നു, എപ്പോഴും ആയിരിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ദൈവമുള്ള ഒരു തലമുറയെ ഞങ്ങൾക്ക് നൽകി തരണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ജോലിയോട് കൂടെ ദൈവവേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടേയിരുന്നു. ഞാനൊരു ജനിച്ച് വളർന്നത് ഓഫ് കോഴ്സ് ഐ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ എ പെന്തക്കോസ്റ്റൽ ഫാമിലി. പക്ഷെ ദൈവവേലയ്ക്ക് വേണ്ടി ആ തീക്ഷ്ണതയൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഈ സാക്ഷ്യം പലരും എൻ്റെ കേട്ടിട്ടുണ്ട്. എങ്കിലും ഒരാൾക്കെങ്കിലും ഈ സാക്ഷ്യം അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുണ്ടെന്നെങ്കിൽ, അതാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ ഇഷ്ടവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എൻ്റെ സാക്ഷ്യം അറിയിക്കുന്നത്. എൻ്റെ സാക്ഷ്യം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ സാക്ഷ്യം നോ വൺ ക്യാൻ ബീറ്റ് ദാറ്റ്. അത് എൻ്റെ സാക്ഷ്യമാണ്. അത് എന്നോട് ജീവിതത്തിൽ ഇടപെട്ട ദിവസങ്ങളാണ്. അത് ഒരിക്കലും എനിക്ക് മാറ്റിവെക്കാൻ കഴിയുകയില്ല. ദൈവം നടത്തുന്ന വിധങ്ങളെ, ദൈവം എങ്ങനെ ഒരാളെ ചെത്തി വെടിപ്പാക്കണം, അല്ലെങ്കിൽ ഒരാളെ എങ്ങനെ ഫലം കായ്ക്കണം, അത് ജസ്റ്റ് ഒന്ന് വളർന്നുകൊണ്ട് അതുപോലെ ഫലം കായ്ക്കുകയില്ല. നമ്മളെല്ലാം പറയുന്ന പോലെ ചെത്തിയാലേ അത് കായ്ക്കുകയുള്ളൂ. ജീവിതത്തിൽ എന്ത് അനുഭവിച്ചു എന്നറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ സാക്ഷ്യം പിന്നെയും പറയുന്നത്. ഞങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ നമ്മളൊക്കെ സംസാരിക്കുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്ററിന്റെ മകനല്ലേ, ആഗ്രഹമുണ്ടോ പാസ്റ്റർ ആവാൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഒരാഗ്രഹവുമില്ല പാസ്റ്റർ ആവണമെന്നുള്ളത്. എൻ്റെ പിതാവ് ഗോത്രൂ ചെയ്യുന്നത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യണം. അതുകൊണ്ട് പഠിത്തമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ജോലി ചെയ്ത് നമ്മൾ ഒരു സാധാരണ വിശ്വാസിയായിട്ട് നിൽക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. പക്ഷെ 2004 ഞങ്ങൾക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ അവന് ചെറിയൊരു കിഡ്നി ഇൻഫെക്ഷൻ വന്നു. അത് ദൈവം അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു. സൗഖ്യം അവന് കുഞ്ഞിന് കൊടുത്തു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ദൈവവേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ചു. പക്ഷെ നമ്മളെപ്പോഴും ഒരു കാർഡ് ഹോൾഡ് ചെയ്യുമല്ലോ. ഞാൻ പറയും, ഇതിനു വേണ്ടിയല്ല ഞാൻ കല്യാണം കഴിച്ചത്, നമ്മൾ അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റിലല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പുറകിൽ നിന്ന് എന്നാലാവുന്ന പോലെ സപ്പോർട്ടൊക്കെ ചെയ്യാം. അല്ലാതെ എനിക്കൊരു ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് ഇറങ്ങണമെന്ന് ഒരാഗ്രഹവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ലോണം എന്നാലാവുന്നത് പോലൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഞാൻ പലതും കാണിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹസ്ബൻഡ് എടുത്ത ആ ഡിസിഷനിൽ ഉറച്ചു നിന്നു.
എങ്കിലും ഞാൻ സഭയിലൊക്കെ കടന്നു പോകും എന്നാലാവുന്ന ഒരു വിധം. ഞാൻ ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. എനിക്ക് ഹയർ എഡ്യൂക്കേഷൻ ഞാൻ എടുത്തു. അതിൽ നഴ്സിംഗിലും മാസ്റ്റേഴ്സും ബിസിനസ്സിലും മാസ്റ്റേഴ്സ് എടുത്തു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് നല്ല രണ്ടുപേർക്ക് നല്ല ജോലി തന്നു. ഫൈനാൻഷ്യലി ഒക്കെ സ്റ്റേബിളായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ടേ പോവുകയായിരുന്നു. എൻ്റെ മകനാണെങ്കിൽ 12th കഴിഞ്ഞിട്ട് ആക്ച്വലി 10th കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, മാം നമ്മൾ ഈ 11th and 12th ഏത് ഫോക്കസിൽ എന്താണ് ഏത് സബ്ജക്റ്റ് ആണ് മേജർ ചെയ്യുന്നുണ്ട് അതിന്റെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി 11th and 12th മോർ ക്രെഡിറ്റ്സ് എടുക്കാം. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് തിയോളജി പഠിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജോഷുവ അങ്ങനെയൊന്നും പറ്റത്തില്ല, കുഞ്ഞിന്റെ പേര് ജോഷുവ എന്നാണ്. ഞാൻ പറഞ്ഞു ചുമ്മാ വന്ന് ഈ പ്രവാചകന്മാരെല്ലാം പ്രവചിക്കും, നീയും ദൈവവേലയ്ക്ക് വേണ്ടിയാണെന്ന്. അങ്ങനെയൊന്നും അവരെ ബ്രെയിൻ വാഷ് ചെയ്യാനൊന്നും സമ്മതിച്ചു കൊടുക്കരുത്. നമ്മൾ എടുത്ത തീരുമാനം പോലെ നീ മെഡിക്കൽ സയൻസിന് വേണ്ടി പോവുക, അതിനു വേണ്ടി നീ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നല്ലൊരു കുഞ്ഞാണ്. ദാറ്റ്സ് ഇസ് ബേസിക് നേച്ചർ. നമ്മൾ എന്ത് പറഞ്ഞാലും ഒന്നും തിരിച്ചു പറയത്തില്ല. ഇപ്പോഴും 23 വയസ്സുണ്ട്. ഞാൻ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞതിന് ടോക്ക് ബാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ജോഷുവയ്ക്ക് ഇതുവരെ ഇല്ല. ഇളയ ഒരെണ്ണം ഉണ്ട്, നമ്മൾ പറയുന്നതിന് മുമ്പ് തിരിച്ച് ആൻസറും കൊണ്ട് ഇങ്ങോട്ട് വരുന്ന ഒരാളാ. എങ്കിലും കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. പക്ഷെ ജോഷുവയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും അങ്ങനെ ഞങ്ങളോട് 12th കഴിഞ്ഞപ്പം പിന്നെ എന്നോട് വന്ന് പറഞ്ഞു, മാം എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നാണ്, എനിക്ക് ദൈവവേലയ്ക്ക് വേണ്ടി എന്നെ സബ്മിറ്റ് ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്കൂൾ സിസ്റ്റം കിട്ടാൻ വേണ്ടി ഞങ്ങള് അതുപോലെ ഒരു ഏരിയയിലൊക്കെ പോയി താമസിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത്രയും ടാക്സ് ഒക്കെ കൊടുത്ത് നമ്മൾ നിന്നെ നല്ല സ്കൂളിലൊക്കെ വിട്ടത് ഇതിനു വേണ്ടി ഒന്നുമല്ല, മമ്മി പറയുന്നത് പോലെ നീ അങ്ങ് കേട്ടാ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഒന്നും പറയത്തില്ല. രാജയോട് സംസാരിക്കുമ്പം രാജ പറയും, മോനെ മമ്മിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന് പറയും. അപ്പം ഞാൻ ചിരിച്ചിട്ട് പറയും ഒരിക്കലും നടക്കത്തില്ല, എൻ്റെ മനസ്സൊന്നും മാറത്തൊന്നും ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ 12th കഴിഞ്ഞപ്പോൾ അവന് എന്നോട് പിന്നെയും വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കത്തില്ല. സ്കോളർഷിപ്പോടുകൂടി അവന് കോളേജില് ബയോളജിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു 2 years. നല്ലവണ്ണം നല്ല പഠിക്കാൻ മിടുക്കനായ ഒരു പൈതലാണ്. 2 years അവന് ബയോളജിയിൽ മേജർ എടുത്ത് അങ്ങനെ നല്ലോണം പഠിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, മാം എനിക്ക് ഒട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായിട്ട് ഇടപെടുന്നു. ഞാൻ ജോനായുടെ കൂട്ട് ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ എഗൻസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് എന്നെ നീ സമ്മതിക്കണം, എനിക്ക് മിനിസ്ട്രിക്ക് പോകാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് എനിക്കത് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമൊക്കെ വന്നു. അന്ന് എൻ്റെ ഇൻലോസ് വീട്ടിലുണ്ടായിരുന്നു. ഞാൻ അവനോട് ആദ്യം ചോദിച്ചു, പപ്പായും മമ്മിയും നിന്നോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു ഇല്ല, പക്ഷെ ദേ ആർ സീയിങ് മൈ സ്ട്രഗിൾസ്. എന്നോട് പലവട്ടം ചോദിച്ചു എന്തെങ്കിലും നിന്നെ ബോധർ ചെയ്യുന്നുണ്ടോ. ഞാൻ പറഞ്ഞു ഒരിക്കലും അവരോട് ഇങ്ങനെ ഒരു കാര്യം അവരോട് പറയുകയേ ചെയ്യില്ല, പറഞ്ഞാല് അവർ പിന്നെയും നിന്നെ ഒത്തിരി കൺവിൻസ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് പേരൻസിനോട് ഗ്രാൻഡ് പേരൻസിനോട് ഒന്നും പറയരുത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു നാനി അല്ല, ഞാൻ നിന്റെ മദറാണ്, എനിക്കറിയാം നിനക്ക് എന്തുവാ ഏറ്റവും നല്ലതെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, എന്നെ നിനക്ക് നഷ്ടപ്പെടും, അത് നിനക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ജോഷുവ എന്നെ അങ്ങനെ ബ്ലാക്ക് മെയിൽ ഒന്നും ചെയ്യല്ല, ഇമോഷണലി എന്നെ തളർത്താനൊന്നും നോക്കരുത്, മാം ഈസ് എ വെരി സ്ട്രോങ് പേഴ്സൺ. അന്നേരം പറഞ്ഞു, മാം ഞാൻ അങ്ങനെ പറയുവല്ല, പക്ഷെ എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. എനിക്കങ്ങ് വളരെ ദേഷ്യമൊക്കെ ഇവനോട് വന്നു. ഞാൻ പറഞ്ഞു അങ്ങ് നിനക്ക് ട്രൂ കോളിങ്ങും പരിശുദ്ധാത്മാവ് അങ്ങ് ശക്തമായിട്ടൊക്കെ ഇടപെടുന്നുണ്ട്, നീ നാട്ടിൽ കൊള്ളാൻ പറഞ്ഞു. മലയാളം ഒന്നും അറിയാൻ വയ്യാത്ത പയ്യനാണ്, ഇവിടെ ജനിച്ചു വളർന്ന പയ്യനാ. ഞങ്ങളുടെ കല്യാണമൊക്കെ ഇവിടെയാണ് നടന്നത്. എന്നോട് പറഞ്ഞു നീ എവിടെ വേണേലും എന്നെ വിട്ടോ, പക്ഷെ ഞാൻ എടുത്ത ഡിസിഷൻ ഞാനല്ല എടുത്തത്, എനിക്ക് ദൈവവിളി കേട്ടത് കൊണ്ട് ഞാൻ എടുത്ത ഡിസിഷനാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു, ജോഷുവ, നിനക്ക് കാർഡിയോളജിസ്റ്റ് ആവാനല്ലായിരുന്നോ ഇഷ്ടം? അതുകൊണ്ട് നീ അങ്ങനെ പോയാ പോരെ എന്നൊക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അത് നിന്റെ കോളാണ്, എൻ്റെ കോൾ എന്ന് പറഞ്ഞ ഒരു ഫുൾ ടൈം മിനിസ്ട്രി പ്രയോജനപ്പെടണമെന്നാണ്. ഞാൻ മനസ്സോടെ അവനെ നാട്ടിൽ പറഞ്ഞു വിട്ടു. അവനിപ്പോൾ ഡെറാഡൂണില് ഇപ്പൊ 4th ഇയർ കംപ്ലീറ്റ് ചെയ്തു. 5 വർഷത്തെ കോഴ്സാണ്. 5th ഇയറിലോട്ട് കയറി. അങ്ങനെ 4 വർഷം മുമ്പേ ഞാൻ മനസ്സോടെ അവനെ വിട്ട് കഴിഞ്ഞ ഉടനെ മദറല്ലേ വളരെ വിഷമം തോന്നി. അതിലും വളരെ ദേഷ്യമാണ് എനിക്ക്. എല്ലാത്തിനും ആദ്യം അങ്ങ് ദേഷ്യമാണ് വരുന്നത്, പിന്നെ ചിന്തയൊക്കെ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് വിഷമമൊക്കെ തോന്നി, എൻ്റെ കുഞ്ഞിനെ അവിടെ വിട്ടല്ലോ എന്നൊക്കെ ഉള്ള. എന്നിട്ടും എൻ്റെ ഇൻലോസിനോടൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞു, പപ്പായും മമ്മി അവനെ ഏതാണ്ടൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത്. അന്നേരം എന്നോട് പറഞ്ഞു, ബിൻസി ഇല്ല, ഞങ്ങളൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അവൻ ഞങ്ങളോട് സംസാരിച്ചപ്പോഴും ഞങ്ങൾ ഒരു കാര്യമേ അവനോട് പറഞ്ഞുള്ളൂ, മോനെ പ്രാർത്ഥിര്, ദൈവഹിതമാണെങ്കിൽ മമ്മിയുടെ മനസ്സും മാറ്റും, എല്ലാം സ്മൂത്തായിട്ട് ട്രാൻസിഷൻസ് ഒക്കെ സ്മൂത്തായിട്ട് നടക്കും, അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ പോയി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, പലവിധമായ പ്രയാസങ്ങളൊക്കെ അവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക്. ഡെറാഡൂൺ എന്ന് പറഞ്ഞ ഭയങ്കര തണുപ്പുള്ള ഏരിയയാണ്. വളരെ പ്രയാസങ്ങൾ. കുഞ്ഞുങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരും സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരും നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്നവർക്കൊക്കെ ഫ്ലൂ വന്നു, സ്റ്റൊമക് വൈറസ് വന്നു. അങ്ങനെ പലരും ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, ഇവനൊന്ന് സിക്കായി കിട്ടിയാൽ മതി, ഞാൻ ഉടനെ തന്നെ അവിടെ പോവും, ആരെ ഞാൻ വകവെക്കത്തില്ല, ഞാൻ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരും. ഇവനെ ആദ്യം ഡെറാഡൂണിൽ കൊണ്ട് ചേർക്കാൻ നേരം എന്നോട് ഡേറ്റ് പോലും പറഞ്ഞില്ല, ബിക്കോസ് ഞാൻ കൂടെ ചെല്ലുമെന്ന് വെച്ചോണ്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ അവിടെ ചെന്ന് കണ്ടാൽ അവനെ അവിടെ നിർത്തത്തില്ല, നീ കൂടെ ഇങ്ങ് കൊണ്ടുപോരും, അതുകൊണ്ട് നീ വരണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഇനി ആരോടും പറഞ്ഞില്ലെങ്കിലും കുഞ്ഞിന് വയ്യാന്ന് പറഞ്ഞാൽ ഒരു മദറായ ഞാൻ പോകും, അതുകൊണ്ട് അവനെ കൊണ്ടുവരാം. ഞാൻ അതിന് എവറി ഡേ അവൻ്റെ വിളിയും വെയിറ്റ് ചെയ്തിരിക്കും, അവൻ അസുഖമാണെന്ന് കേൾക്കാൻ വേണ്ടി. ഉടനെ ഞാൻ എന്നിട്ട് അങ്ങോട്ട് ചോദിച്ചു, മോനെ നിനക്ക് വല്ലതും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, മാം, എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഒരു റൂമിൽ 7 പേരാണ്, 6 പേർക്കും അസുഖമാണ്. അവരെ കപ്പിൾ ഓഫ് കുറെ പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി IV ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു, അതുപോലെ പ്രയാസമാണ്. പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല. ഒരു വിധത്തിൽ എനിക്ക് സന്തോഷം വന്നു, ഒരു വിധത്തിൽ എനിക്ക് അങ്ങ് ഡിസപ്പോയിൻമെന്റ് വന്നു. ഈശ്വരാ, ഇവൻ ഒരു അസുഖം പോലും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ആ കോളേജിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു അതിശയകരമായിട്ട് എല്ലാവരും ഇവനെ കുറിച്ച് വറി ചെയ്തു. പക്ഷെ ഇവൻ ഒരു കുഴപ്പവും ഇല്ലാതെ ഫുഡ്, എല്ലാവർക്കും അറിയാമല്ലോ ബൈബിൾ കോളേജിലെ പിന്നെ വൈറ്റ് റൈസും പിന്നെ ഡാളും, ഇവന് ആദ്യം ഒന്നും ഡാൾ എന്തുവാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ട് കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട്. ഇവിടുന്ന് ഒരാൾ ചെന്നപ്പം ഇവന്റെ ആക്സിഡന്റ് കണ്ടപ്പം ചോദിച്ചു, നീ എവിടുന്നാന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഞാൻ ന്യൂജേഴ്സിന്നാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, നീ എന്തോ ഇങ്ങനെ ചില്ലായിട്ട് ഇവിടെ നടക്കുന്നത്? അപ്പൊ അവൻ പറഞ്ഞു, ബൈ ഗാഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഉള്ളവർക്ക് പോലും അവനൊരു സാക്ഷ്യമായിട്ട് ഓരോ നിമിഷവും അവരുടെ ഓരോ ദിവസവും. പിന്നെ ഞങ്ങളോട് തന്നെ അവിടെ ഒരാഴ്ചയിൽ ഒരു ദിവസമേ ഒരു ഫോൺ കൊടുക്കത്തുള്ളൂ, ബാക്കി ദിവസങ്ങൾ അവർ മാറ്റി വെച്ചേക്കാണ്. ഒരാഴ്ചയിൽ ഒരു ദിവസമേ ഔട്ടിങ്ങിന് പോകാൻ പറ്റത്തുള്ളൂ, വെളിയിൽ നിന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല. ദ റീസൺ ഈസ് ദാറ്റ് അവർക്ക് എല്ലാ സ്റ്റുഡൻസും ഒരുപോലെ കാണണം, ഒരുപോലെ ജീവിക്കണം എന്നുള്ളതാണ്. അവിടെ പൈസയുടെ ഒന്നും അവർ ഷോ ഓഫ് ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. പക്ഷെ ഞങ്ങളോട് തന്നെ ആ പ്രൊഫസേഴ്സ് പറഞ്ഞു, ഞങ്ങൾ മാറ്റി നിർത്തി ജോഷുവയോട് പറയും, മോനെ നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്പെഷ്യൽ പെർമിഷൻ തരാം, നീ വെളിയിൽ നിന്ന് മേടിച്ചോളൂ എന്ന് പറയും. അന്നേരം അവരോട് പറയുമെന്ന് പറഞ്ഞ്, എനിക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷനും വേണ്ട, ഞാൻ ഇവിടെ ഉള്ള ഒരു സ്റ്റുഡൻറ്റിനെ പോലെ എന്നെ കരുതിയാൽ മതി, അല്ലാതെ എനിക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷനും. ഇപ്പോഴും പ്രൊഫസേഴ്സും ടീച്ചേഴ്സും പറയും, ഞങ്ങൾക്ക് എല്ലാവർക്കും അവനൊരു എൻകറേജ്മെന്റാ. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അവനെ കാണാൻ അവിടെ പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ടീച്ചേഴ്സിന്റെ മക്കൾ പറഞ്ഞു, വി ആർ ടയർഡ് ഓഫ് ഹിയറിങ് ജോഷുവാസ് നെയിം. പേരൻസ് എന്തെങ്കിലും പറയുന്നുണ്ടെ പറയും, തന്റെ ജോഷുവയെ നോക്കി പഠിക്കാൻ പറയും. അതുപോലെ അവൻ ഞങ്ങളെ പ്രൗഡ് ആക്കിക്കൊണ്ട് നടക്കുക. കഴിഞ്ഞ സമ്മർ ടൈമില് എല്ലാവർക്കും ചിക്കൻ പോക്സ് കിട്ടി. അവിടെ ഔട്ട് ബ്രേക്ക് ആയിരുന്നു ചിക്കൻ പോക്സ്. അപ്പൊ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമം വന്നു, കുഞ്ഞിന് അവിടെ ആരും അടുത്തില്ലല്ലോ.
അവന് മാത്രം ഇതൊരു ദൈവത്തിന്റെ ഷെക്കേന എന്നൊക്കെ പറയുന്ന ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അവന് മാത്രം ചിക്കൻ പോക്സ് വന്നില്ല. അവന്റെ റൂമിലുള്ളവർക്ക് വന്നു. അവനാണ് പബ്ലിക്കേഷന്റെ മെയിൻ ആളാണ്. ആ പബ്ലിക്കേഷൻ ഓഫീസിലുള്ളവർക്കെല്ലാം വന്നു. പിന്നെ ഇച്ചിരി പാനിക് ആവുമല്ലോ. ഉടനെ എന്നോട് വിളിച്ചു ചോദിച്ചു, മാം വാട്ട് ആർ ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ചിക്കൻ പോക്സ്? ഞാൻ പറഞ്ഞു, മോനെ ഫീവർ വരും. അന്നേരം എന്നോട് പറഞ്ഞു, എനിക്ക് സോർ ത്രോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഉപവസിക്കാൻ പറഞ്ഞു. അവന് ഇതുവരെയും ചിക്കൻ പോക്സ് വന്നില്ല. അങ്ങനെ ഓരോ ദിവസവും എന്നെ കൂടെ സ്ട്രെങ്തൻ ചെയ്യും. യൂഷ്വലി എല്ലാവരും പേരൻസ് അതിനെ നോക്കിയ പിള്ളേർ പഠിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അവനെ നോക്കിയ ഓരോ ദിവസവും ദൈവം അവനോട് കാണിക്കുന്ന കരുതലും വിശ്വസ്തതയും അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഞാൻ ഷോർട്ട്സ് എൻ്റെ ലോങ് ടെസ്റ്റ് മണി ഞാൻ ഷോർട്ടായിട്ട് പറയാം. ഇവനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞോണ്ട് ഞാൻ ഒരാഴ്ച ജോലിക്ക് പോയില്ല. ഞാൻ റിബല്യസ് ആയിട്ട് ഞാൻ വീട്ടിലിരുന്നു. എന്നിട്ട് ചാച്ചയോട് പറഞ്ഞു, ഇനി മുതൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല, എന്തുവന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ എൻ്റെ കൊച്ചുങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇത്രയും നാളും ജീവിച്ച്. അത് വേണ്ട ഒരെണ്ണം ഇങ്ങോട്ട് പോന്നു. അതുകൊണ്ട് ഇനിയും മൂത്ത കുഞ്ഞിനെ അല്ലേ നമ്മൾ കുറേ കൂടി അങ്ങ് നമ്മളുടെ ആദ്യത്തെ കുഞ്ഞല്ലേ. അപ്പം ഇങ്ങനെ അവൻ പോയപ്പോഴത്തേന്, അതും പഠിക്കാൻ ഏറ്റവും മിടുക്കനായ കുഞ്ഞ്, അങ്ങനെ പോയപ്പോഴത്തേന് എനിക്ക് അങ്ങ് ഭയങ്കര ഡിസപ്പോയിൻമെന്റ്സും ഡിപ്രഷനും ആയിരുന്നു. പിന്നെ ഇച്ചിരി ആഡമൻ നേച്ചർ ആയതുകൊണ്ട് ഒരു ദേഷ്യത്തിൽ ഞാൻ ഇച്ചിരി മൂപ്പ് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ജോലിക്കൊന്നും പോകത്തില്ല, എന്തിനാ പൈസയൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ ജോലിക്ക് പോയി. ഉടനെ ഞാൻ ഓരോ യൂണിറ്റ്സിൽ പോയി ഇങ്ങനെ സർവേ നടത്തും. ഉടനെ എന്നോട് ഒരു ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞു, ബിൻസി, ഐ വാണ്ട് ടോക്ക് ടു യു, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഞാൻ ഓർത്തു ആ പേഷ്യൻസ് അവിടുത്തെ നഴ്സുമാരെ മാനേജറിനെ കംപ്ലൈൻറ്റ് ചെയ്യാനായിരിക്കും. എന്നോട് പറഞ്ഞു, ഗാഡ് ഈസ് ടെല്ലിങ് മീ ടു ലെറ്റ് യു നോ ദറ്റ് യു നീഡ് ടു ട്രസ്റ്റ് ഇൻ ഗാഡ്. നീ ദൈവത്തിൽ ഒത്തിരി വിശ്വാസം അർപ്പിക്കണം. നമ്മളപ്പോൾ ഇവിടുത്തെ ഒരാളിൽ നിന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തതെന്ന് ചോദിച്ചും പറഞ്ഞു, യു നീഡ് ടു ട്രസ്റ്റ് ഇൻ ഗാഡ്. നീ ദൈവത്തിൽ കൂടുതലായിട്ട് വിശ്വാസം അർപ്പിക്കണം. ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മൂത്ത മകനെ ഇങ്ങനെ ദേശത്തിൻ്റെ പുറത്ത് അവനെ മിനിസ്ട്രി ചെയ്യണമെന്ന് പറഞ്ഞു, ബൈബിൾ കോളേജിൽ പഠിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എല്ലാം ദേഷ്യം കൊണ്ട് ഞാൻ അവനെ നാട്ടിൽ വിട്ടു. ഇവിടെ വളർന്ന കുഞ്ഞാണ്, എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ നാട്ടിൽ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്നറിയാമോ, നീ വിചാരിക്കുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ഒരു സേഫ് പ്ലേസ് ആണ്. അങ്ങനെ വിചാരിക്കരുത്. ദ സേഫസ്റ്റ് പ്ലേസ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ കരങ്ങളിൽ ആരായിരിക്കുന്നോ അവരെവിടെ പോയാലും അതാണ് സേഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞു. അതെന്നെ ശക്തീകരിച്ച് ബലപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ ഒരു ആത്മവിശ്വാസം വന്നു. എൻ്റെ കുഞ്ഞ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും, ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അങ്ങനെ എന്നെ തന്നെ സ്ട്രെങ്തൻ ചെയ്തു. ഇങ്ങനെ ഇത്രത്തോളം പോയിക്കൊണ്ടേയിരിക്കുന്നു. 2024 ജാനുവരിയിൽ ഒരു അപ്രതീക്ഷിതമായ സംഭവം ഞങ്ങൾ കടന്നു പിടിച്ചു. ഞാൻ യൂഷ്വലി അറിയാമല്ലോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എവറി 6 months നമ്മൾക്ക് ക്ലീനിങ്ങിന് പല്ല് ക്ലീൻ ചെയ്യാൻ നമുക്ക് വിത്തിൻ ദി ഇൻഷുറൻസ് അലൗഡ് ആണ്. സോ ഞാൻ ഒരു വർഷം മുമ്പേ 2023 ഇങ്ങനെ എനിക്ക് വായിക്കകത്തൊരു ചെറിയൊരു പിമ്പിൾ പോലെ വന്നു. അത് ഞാൻ എൻ്റെ ഡെന്റിസ്റ്റിനെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഒന്നും കൊണ്ടും പ്രയാസപ്പെടാനില്ല, അതങ്ങ് പോവും, നീ ഫ്ലോസ് ചെയ്തപ്പം എല്ലാം പങ്ക്ചേർഡ് ആയതായിരിക്കും, അതുകൊണ്ട് വിഷമിക്കാനില്ല, വേറെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒന്നുമില്ല. ഞാനൊരു നേഴ്സ്, അപ്പോൾ എനിക്കറിയാം ക്യാൻസറിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്, അതുകൊണ്ട് അതൊന്നും എനിക്കില്ല. എനിക്കൊരു പനി പോലും വരത്തില്ല, ഒരസുഖവും ഇല്ലാത്ത ആളാണ്. കോവിഡ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ യൂണിറ്റിലൊക്കെ നല്ലോണം ഹിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഞങ്ങളുടെ 30% പേഷ്യൻസിനെ കൊണ്ടുപോയെന്നുള്ളതാണ്. എല്ലാവർക്കും പേടിയായിരുന്നു. സോ ആസ് എ ഡയറക്ടർ ഞാൻ ഫസ്റ്റ് കോവിഡ് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തത്. എന്നിട്ടും എനിക്ക് ഒരസുഖവും വന്നില്ല, അത് കിട്ടുകയും ചെയ്തില്ല. അതുപോലെ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് അടുത്ത 6 months വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇത് വരും, തിരിച്ചു പോകും, വരും. അന്നേരം എന്നോട് പറഞ്ഞു, ക്യാൻസറിന് ആണെങ്കിൽ അതൊരിക്കലും തിരിച്ചു പോകത്തില്ല, അല്ലെങ്കിൽ അത് ഡിസപ്പിയർ ആവത്തില്ല, അത് കണ്ടിന്യൂസ്ലി നിൽക്കും. അതുകൊണ്ട് ക്യാൻസർ അല്ലായിരിക്കും, നീ ഫ്ലോസ് ചെയ്യുന്ന ഉടനെ. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ബിക്കോസ് ഞങ്ങൾക്ക് പോലും പാടാണല്ലോ അത് നോട്ടീസ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഐ എം വെരി പെക്യൂലിയർ, ലൈക്ക് ഒത്തിരി പർട്ടിക്കുലറാണ് ഞാൻ മൗത്തിൻ്റെ കാര്യത്തിൽ, അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയപ്പം കണ്ടതാന്ന് പറഞ്ഞു. അന്നേരം എന്നോട് ഒരു ഓയിൻമെന്റ് തന്നു. പക്ഷെ അപ്പോഴത്തേനും 1 year ആയി.
എനിക്ക് ഈ ഗമ്മ് ലൈക്ക് നമ്മളുടെ മോണ എന്നൊക്കെ പറയത്തില്ല, അത് കറക്കാൻ തുടങ്ങി. അപ്പൊ ചിരിക്കുന്നുണ്ട്, ഞാൻ ഇച്ചിരി തമാശയൊക്കെ പറയുന്നു, നല്ലോണം എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്നൊക്കെ ആളാ. അതും ചിരിക്കുന്നുണ്ടെ കണ്ണും അടയും പല്ലും എല്ലാം അങ്ങ് കാണിക്കും. അങ്ങനത്തെ ഒരു അതിനെ എന്നെ എല്ലാവരും കളിയാക്കും. അന്നേരം ഈ ചിരിക്കുന്ന ഉടനെ ഈ കറുപ്പ് കാണുന്നുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടമില്ല. ഞാൻ എൻ്റെ പ്രൈമറിയോട് ചോദിച്ചു കോസ്മെറ്റിക്കലി എന്തെങ്കിലും ചെയ്യാമോ. പ്രൈമറി നോക്കിയിട്ട് പറഞ്ഞു എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടല്ലോ, നീ പോയി ഒരു ബയോപ്സി എടുക്കാൻ പറഞ്ഞു. സോ ഞാൻ കുറച്ച് നാൾ അന്നേരവും വെയിറ്റ് ചെയ്തു. 2-3 വീക്സ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം, എൻ്റെ പ്രൈമറി ഞാനും കൂടെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ പോയി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടാണ് ബയോപ്സിക്ക് പോയത്. ബയോപ്സി എടുത്ത് ആ ഡെന്റൽ സർജനും പറഞ്ഞു, ബിൻസി ഇത് നിനക്കൊരു അഷുറൻസിന് വേണ്ടിയാ, ഇത് ഞങ്ങൾ കാണുന്ന പോലെ ഞങ്ങൾ എപ്പോഴും ഓറൽ ക്യാൻസർ ഒക്കെ കാണുന്ന ഇത്, അതുകൊണ്ട് ഒരു സിംറ്റംസും ക്യാരക്ടറും കാണുന്നില്ല. പക്ഷെ നീ പറയുന്നത് കൊണ്ട് നമ്മൾക്ക് ബയോപ്സി എടുത്തേക്കാവെന്ന് പറഞ്ഞു. അതും കൂടെ ആയപ്പോഴത്തേന് എൻ്റെ കോൺഫിഡൻസ് അങ്ങ് വർദ്ധിച്ചു, ഒരിക്കലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞാൻ ബയോപ്സി എടുത്തു. ഇറ്റ് 3 വീക്സ് എടുത്തു റിസൾട്ട് വരാന്. അപ്പൊ ഹസ്ബൻഡ് നാട്ടിലായിരുന്നു. ഞാൻ തനിയെ പോയി റിസൾട്ട് എടുത്തപ്പോഴാണ് എന്നോട് പറഞ്ഞ മെലനോമ എന്ന് പറയുന്ന ഒരു ക്യാൻസർ ആണ്. മെലനോമ എന്ന് പറയുന്ന സ്കിൻ ക്യാൻസറാ. റെയർലി വി ഗെറ്റ് ഇറ്റ് ബിക്കോസ് നമ്മൾ കളേർഡ് സ്കിൻ ആയതുകൊണ്ട്. പിന്നെ മൗത്തില് ദ റെയറസ്റ്റ് ടു ഹാപ്പൻ ബിക്കോസ് മൗത്തിൽ സൺ എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ട്. സോ എനിക്ക് അങ്ങനെയാണെന്ന് പറഞ്ഞ ഉടനെ ഞാൻ ആ ഇരുന്നിടം അങ്ങ് കറങ്ങുന്നത് പോലെ, ലൈക്ക് എന്തോ ഭൂമി പിളർന്ന് ഞാൻ താഴോട്ട് പോകുന്ന എന്തോ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഭവിച്ചു എന്നുള്ള ഒരു ഷോക്ക് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ എന്നെ അത് ഹോണ്ട് ചെയ്തു. ഞാൻ വീട്ടിലോട്ട് കടന്നു പോയപ്പോഴേ ആദ്യം എൻ്റെ ചേച്ചിയെ ഞാൻ വിളിച്ചത്, ബിക്കോസ് നാട്ടിലാണല്ലോ ഹസ്ബൻഡ്. ചേച്ചിയെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ചുമ്മാ തമാശ ഒന്നും ഇങ്ങനത്തെ കാര്യം പറയരുത്. ഞാൻ പറഞ്ഞു ഇല്ല ബിനുമാമ, എനിക്ക് ക്യാൻസർ ആന്ന് പറഞ്ഞു. ഉടനെ ബിനുമാമ പറഞ്ഞു തമാശ പറയല്ലേ ബിൻസി. ഞാൻ പറഞ്ഞു ഇല്ല, ഇത് തമാശ അല്ല, ശരിക്കുമാണ് എന്ന് പറഞ്ഞപ്പോ എന്നോട് ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ല. ഉടനെ എനിക്ക് മനസ്സിൽ തോന്നിയ ഇപ്പോഴാ ദൈവത്തിന്റെ കാര്യം പറയാൻ പറ്റിയ സമയം. എനിക്ക് ക്യാൻസർ ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരു സിമ്പതിക്ക് വേണ്ടി വിളിച്ചപ്പോൾ എന്താണ്ട് പറയുന്നു, ദൈവം അറിയാൻ ജീവിതത്തിൽ നടക്കത്തില്ല. ഞാൻ പറഞ്ഞു ബിനുമാമയ്ക്കല്ലല്ലോ വന്നത്, എനിക്കല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ ഫോൺ അങ്ങ് ഹാങ്ങപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ബിനുമാമ എന്നെ തിരിച്ചു വിളിച്ചു. അപ്പോഴും ഞാൻ ആദ്യം എടുത്തില്ല, രണ്ടാമത് എടുത്തിട്ട് എന്നോട് ചോദിച്ചു നീ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിലോട്ട് പോകാൻ ഡ്രൈവ് ചെയ്യുക, പക്ഷെ ഇതുവരെ അങ്ങ് എത്തിയില്ല എന്ന് പറഞ്ഞു. തൊട്ടടുത്താണ് ഈ ഡോക്ടേഴ്സ് ഓഫീസ്. ഉടനെ എന്നോട് പറഞ്ഞു ഫേസ് ടൈം ചെയ്യാൻ പറഞ്ഞു. നോക്കിയപ്പോഴാണ് ഞാൻ വൺ വേ ഡിറക്ഷനിലോ ഓപ്പോസിറ്റ് ഡിറക്ഷനിലോട്ട് ഡ്രൈവ് ചെയ്യുക. എന്നോട് പറഞ്ഞു പുൾ ഓവർ ചെയ്യുക. എന്നിട്ട് എന്നെ ബിനുമാമ ഡിറക്റ്റ് ചെയ്തു, ഇങ്ങനെ എടുക്കുക. അതുപോലെ ഞാൻ മെന്റലി അങ്ങ് ബ്ലാങ്ക് ആയി, അല്ലെങ്കിൽ അബ്നോർമൽ ആയ പോലെ തോന്നി. പക്ഷെ ഉടനെ തന്നെ ഹസ്ബൻഡ് തിരിച്ചു വന്നു. എൻ്റെ ഡോക്ടർ തന്നെ, ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് പെന്നിൽ വർഷങ്ങൾ ജോലി ചെയ്തതാണ്. അപ്പൊ എൻ്റെ അവിടുത്തെ ഉള്ള ഫ്രണ്ട്സിനെ തന്നെ ഞാനും വിളിച്ചു, എൻ്റെ ഡോക്ടറും വിളിച്ചു. അവരൊരാഴ്ച തന്നെ ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തന്നു. ചെന്ന ഉടനെ പറഞ്ഞു സാരമില്ല, നമ്മൾ വളരെ എളുപ്പം കണ്ടുപിടിച്ചത് കൊണ്ട് ഒരു ചെറിയ സർജറിയിലൂടെ ഇത് ടേക്ക് കെയർ ചെയ്യാവുന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് അഷുറൻസ് തന്നു. നമുക്ക് റേഡിയേഷൻ പോലും ഇല്ലാതെ നമുക്ക് ഇത് ടേക്ക് കെയർ ചെയ്യാം, ബിക്കോസ് ഇത് ബിഗിനിങ് സ്റ്റേജേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് സന്തോഷമായി. എന്നിട്ട് ഞാൻ എല്ലാവരും വിളിച്ചു പറഞ്ഞു, ഈ കോവിഡ് ടൈം 2020 to 2022 പല അപ്പോയിന്റ്മെന്റ്സും പലർക്കും കിട്ടാത്തതുകൊണ്ട് ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ് എല്ലാം ബാക്ക്ഡപ്പാ. പക്ഷെ എനിക്ക് ഉടനെ തന്നെ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്നവരൊക്കെയാ ഞാൻ അവിടെ ജോലി ചെയ്ത്, അതുകൊണ്ട് എക്സ്പെഡൈറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഒരു പ്രൗഡ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇവരെ എന്നെ ടേക്ക് കെയർ ചെയ്യുന്നുള്ളത്. അങ്ങനെ ആദ്യത്തെ സർജറി ചെയ്തു. ആദ്യത്തെ സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അപ്പർ പാലറ്റിലുള്ള സ്കിൻ ആൻഡ് ഫ്ലഷ് എല്ലാം റിമൂവ് ചെയ്തു. വളരെ വേദന എന്ന് പറഞ്ഞാൽ വളരെ വേദന. പക്ഷെ ജീവിക്കണമെന്നുള്ള ആഗ്രഹവും കൊതിയും കൊണ്ട് ഞാൻ പറഞ്ഞു എന്ത് വേണേലും ഞാൻ ഗോ ത്രൂ ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അന്നേരവും കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒരു ബയോപ്സിയും കൂടെ വിട്ടിട്ടുണ്ട്, പക്ഷെ അത് ക്ലിയർ ആയിരിക്കും. ബിക്കോസ് ഞങ്ങള് ഈ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ORL-ഉം അവർ ബയോപ്സി എടുക്കും, എന്നിട്ട് ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് എത്രമാത്രം റിമൂവ് ചെയ്യണമെന്ന് അവർക്ക് അറിയുന്നത്. അന്നേരം പറഞ്ഞു ഇത് ക്ലിയർ ആയി, പക്ഷെ ഫോർ അഷുറൻസ് നമുക്ക് സെൻഡ് ഔട്ട് ചെയ്യാം ലാബ് എന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ ആഴ്ച ചെന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ ഈ മൂന്നാമത്തെ ആഴ്ച ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാം ക്ലിയർ ആയി, റെഡി ടു ഗോ ബാക്ക് ടു വർക്ക് എന്നുള്ള ആ ന്യൂസ് തരുമെന്നും പറഞ്ഞുകൊണ്ട് നല്ല കാര്യമായിട്ട് സന്തോഷത്തോടെ ഞാൻ കടന്നു പോയതാണ്.
ഉടനെ എന്നോട് ഡോക്ടേഴ്സ് കുറെ പേര് കടന്നു വന്നു, 3 ഡോക്ടേഴ്സും. ദ ഹോൾ ടീം കെയിം ടു ദ റൂം. ഓൾമോസ്റ്റ് 14-15 ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് ആ മെയിൻ സർജൻ പറഞ്ഞു, ബിൻസി, നമ്മൾ ചിന്തിച്ചതുപോലൊന്നും അല്ല, ഇത് ഒത്തിരി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, വാ മൊത്തം സ്പ്രെഡ് ചെയ്തു, ലിംഫ് നോഡ്സിലോട്ട് പോയിട്ടുണ്ട്, ബോൺ എല്ലാം സ്പ്രെഡ് ചെയ്തു, ഈവൻ ടു ദ ബ്രെയിൻ അത് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്, ഓൾറെഡി 3rd സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാനപ്പം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞില്ലേ ഇത് ശരിക്കും ട്രീറ്റ് ചെയ്ത് എളുപ്പം കഴിയാന്നേരം പറഞ്ഞു, ദ റെയറസ്റ്റ് ഓഫ് ക്യാൻസർ, ഇതൊരു റെയർ ക്യാൻസർ ആണ്, പക്ഷെ ഫാസ്റ്റ് ആയിട്ട് റാപ്പിഡ്ലി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ക്യാൻസർ ആണ്, അധികം മരുന്നില്ല, പക്ഷെ ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം, എന്ത് വേണോന്ന് ചോദിച്ചു. ബിക്കോസ് അവരെന്നോട് ബ്രെയിനിലോട്ട് പോയത് കൊണ്ട് ഹാഫ് ഓഫ് ദ ഫേസ് റിമൂവ് ചെയ്യണം, അതാണോ നിനക്ക് താല്പര്യം, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ എന്നോട് പറഞ്ഞു, എന്ത് ചെയ്താലും 6 months ഞങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. സോ യു ക്യാൻ എയ്തർ ഗോ ആൻഡ് വിത്ത് ദ മെഡിക്കേഷൻ ഓർ യു ക്യാൻ ഗോ ടു സർജറി, ബട്ട് ദ ഫൈനൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ 6 months ആണ്. ഞാൻ പറഞ്ഞു 6 months എങ്കിൽ എനിക്ക് 6 months. എനിക്കൊരു കൊച്ചു കുഞ്ഞുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളൊന്നും ഒരു നിലയിൽ എത്തിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ജീവിക്കണം, എന്ത് വേണേലും ചെയ്തോ, എനിക്ക് ജീവിക്കണം, അതേ ഉള്ളെന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങളോട് പ്രൊസീജിയർ ഒക്കെ പറഞ്ഞു തന്നു. 13 മണിക്കൂറായിരിക്കും സർജറി. ഒരു സർജൻസിന് മാത്രം ഇത് ചെയ്യാൻ പറ്റത്തില്ല, 3 സർജൻസ് വേണം. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്താലും കുഴപ്പമില്ല, പകുതിയെങ്കിൽ പകുതി ഫേസ് ഉള്ളെങ്കിൽ അത് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ജീവിക്കണം, എനിക്ക് മരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഈ ക്യാൻസറിനെ കുറിച്ച് കേട്ട ഉടനെ ഞാൻ വളരെ കരയുമായിരുന്നു. വീട്ടിലൊക്കെ ഞാൻ അലച്ചു കൂവി കലയുമായിരുന്നു. എനിക്ക് നിരാശയുണ്ട്, എനിക്ക് ദേഷ്യമുണ്ട് ആൾക്കാരോടൊക്കെ. എന്നെ ആൾക്കാരെങ്കിലും വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കത്തില്ല, സംസാരിക്കത്തില്ല. ഉടനെ യാച്ച വിചാരിച്ച് ഇത് കേൾക്കുന്ന ഉടനെ ഞാൻ ഇച്ചിരി കൂടെ കരയുമായിരിക്കുമെന്ന്. പക്ഷെ എന്തോ ഒരു ദൈവിക സമാധാനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് ഞാൻ ചാച്ചയോട് നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്നെ തകർക്കത്തില്ല, ഇതെന്നെ പണിയുവാനാണ്, ദിസ് ഈസ് നോട്ട് ടു ബ്രേക്ക് മീ ബട്ട് ടു മേക്ക് മീ എന്ന് പറഞ്ഞു. ചാച്ച അപ്പൊ എന്നെ ഒന്നും കൂടെ നോക്കിയിട്ട് പറഞ്ഞു, എന്തെങ്കിലും പറ്റിയതാണോ, കേട്ടത് കൊണ്ട് ഞാൻ ചിലപ്പോൾ ആ റിയാലിറ്റി ഷോക്കിലായിരിക്കും. ഉടനെ എനിക്ക് ചാച്ച കരയുന്നത് കാണാം. ഞാൻ പറഞ്ഞു, കരയണ്ട, ദൈവം എന്നോട് സംസാരിച്ചു, എനിക്ക് ബലഹീനതയിൽ തികയ്ക്കുന്ന ദൈവമാണ്, ഇതെന്നെ തളർത്തത്തില്ല, പിന്നെയോ പണിയത്തേ ഉള്ളെന്ന് പറഞ്ഞു. എൻ്റെ സിബ്ലിങ്സ് എല്ലാം എന്നെ വിളിക്കാൻ തുടങ്ങി, ബിക്കോസ് അവരെല്ലാം ഈ ഗുഡ് ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഉടനെ ചാച്ച അവരോട് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച പോലല്ല, അടുത്ത ആഴ്ച തന്നെ സർജറി ചെയ്യണം, അടുത്ത സർജറിയാണ്, ഇറ്റ്സ് എ മേജർ സർജറി. ഇനി ബിൻസിയെ നിങ്ങൾക്ക് റെഗുലർ ഫേസിൽ കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാം വന്ന് അവളെ കാണണം. എല്ലാവരും കടന്നു വന്നു, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, എല്ലാവരും കടന്നു വന്നു. ഒരാഴ്ച ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയോടും, പിന്നെ എന്നോട് പറഞ്ഞു, ഈ 13 മണിക്കൂറത്തെ സർജറി അപ്പർ പാലറ്റ് റിമൂവ് ചെയ്യണം. സോ നമ്മുടെ ഈ അപ്പർ പാലറ്റ് അല്ലെ മേലെണ്ണക്കാണ് നമ്മുടെ ഈ നോസിനെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പാലറ്റ് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നോസിന് സപ്പോർട്ട് ഒന്നുമില്ല, അത് ഡ്രോപ്പ് ആവും. അതിനുവേണ്ടി കയ്യിൽ നിന്ന് മജ്ജ എടുക്കണം, കയ്യിൽ നിന്ന് വെയിൻ എടുക്കണം, കാലിൽ നിന്ന് ബോൺ എടുക്കണം, അങ്ങനെ പിന്നെ ഇവിടം മുതൽ ഇവിടം വരെ മുറിക്കണം. അങ്ങനെ 23 ലിംഫ് നോഡ്സ് അവർ റിമൂവ് ചെയ്തു. പിന്നെ എനിക്കിപ്പോഴും ചെവിക്ക് ശരിക്ക് കേൾക്കത്തില്ല, ബിക്കോസ് അതുപോലെ എല്ലാം റിമൂവ് ചെയ്തു. 13 മണിക്കൂറത്തെ സർജറി. എൻ്റെ നാക്ക് മേലെണ്ണാക്കെല്ലാം റിമൂവ് ചെയ്തു, ഇവിടുത്തെ ബോൺ എല്ലാം റിമൂവ് ചെയ്തു. പക്ഷെ ഞാൻ ആ സർജറി കഴിഞ്ഞിട്ട് എണ്ണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എത്രമാത്രം ഫേസ് എൻ്റെ പോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ദൈവം അസാധ്യങ്ങളുടെ ദൈവമല്ല, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. മീൻസ് ഈ ബ്രെയിനിലോട്ട്, അതിനു മുമ്പ് നമ്മൾക്കെല്ലാം അറിയാം, അവർ പലവിധ സ്കാൻ ചെയ്തപ്പോഴെല്ലാം എന്നോട് പറഞ്ഞു ബ്രെയിനിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞു സർജറി ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ അവരൊരു സ്കാനിങ് ചെയ്തപ്പം ബ്രെയിനിലോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഹാഫ് ഓഫ് ദ ഫേസ് അവർക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നില്ല, പക്ഷെ അകമെല്ലാം റിമൂവ് ചെയ്തു. എങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് ഞാൻ ഇതെല്ലാം ഗോ ത്രൂ ചെയ്യാൻ വില്ലിങ് ആയിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടേ ഇരുന്നു. ഉടനെ തന്നെ എന്നോട് പറഞ്ഞു സർജറി, പിന്നെ എന്നോട് പറഞ്ഞായിരുന്നു, ഈ സർജറി ചെയ്ത് കഴിയുമ്പോൾ ശ്വസിക്കാൻ പറ്റത്തില്ല മൂക്കിലൂടെ, ബിക്കോസ് ഈ ദശ എടുത്തിട്ട് ഇവിടെ വെക്കുന്നത് കൊണ്ട് നോസ്ട്രിൽസ് അടയും. ഇപ്പോഴും എനിക്ക് ഒരു നോസ്ട്രിലേ ഉള്ളൂ ഓപ്പൺ ആയിട്ട്, ഒരു നോസ്ട്രിൽ ആ ദശ കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ സർജറി 13 hours വാ പൊളിച്ച് സർജറി ചെയ്യുന്നത് കൊണ്ട്
സ്വെല്ലിംഗ് ആയിരിക്കും, ബ്ലീഡിങ് ആയിരിക്കും, ട്രേക്ക് ഇടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ട്രേക്ക് ഇട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അവർ പറയുമായിരുന്നു, എന്നെ എക്സ്റ്റുബേറ്റ് ചെയ്ത ഉടനെ അവർക്കും കൂടെ അതിശയം വരുന്ന രീതിയിൽ ഞാൻ തനിയെ ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. ദ വെരി നെക്സ്റ്റ് ഡേ എന്നോട് സർജൻ വന്നിട്ട് പറഞ്ഞു, നീ എങ്ങനെ ബ്രീത്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല, പക്ഷെ ബ്രീത്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിശയകരമായി ആ ദിവസമൊക്കെ ഞാൻ എങ്ങനെ ഓരോ ദിവസം തള്ളി നീക്കിയെന്നറിയത്തില്ല. വളരെ വേദന, മൂക്കിൽ കൂടെ ഒക്കെ ട്യൂബ്. നമ്മളൊക്കെ വെള്ളത്തിന്റെ വില ഞാൻ അന്ന് മനസ്സിലായത്. ബിക്കോസ് വാ അടയ്ക്കാൻ പറ്റത്തില്ല, ബിക്കോസ് അതുപോലെ സ്വോളൻ ആണ്. അതുകൊണ്ട് വായ അടയ്ക്കാത്തത് കൊണ്ട് ഈ സലൈവറി ഗ്ലാൻഡ് ഒക്കെ ഡ്രൈ ആയിട്ടിരിക്കുവാണ്. അതുകൊണ്ട് പക്ഷെ കഴിക്കാനും പറ്റത്തില്ല, മൂക്കിലൂടെ ട്യൂബ് ഇട്ടുകൊണ്ട് ഒരു വെള്ളം പോലും തരാൻ പറ്റത്തില്ല അവർക്ക്. പിന്നെ ഏത് വൂണ്ട് ആണെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ വേർ ഇറ്റ് ഈസ്, മൗത്തിലാണെങ്കിലും കാലിലാണെങ്കിലും കയ്യിലാണെങ്കിലും ഊസ് ചെയ്തോണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ തുപ്പി 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 ഇരിക്കും, ബിക്കോസ് ആ ഊസ് ചെയ്യുന്ന വേദനയും എല്ലാം കൊണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നരകതുല്യം എന്നൊക്കെ പറഞ്ഞാൽ നരകതുല്യം വേദന അതിനെക്കാട്ടിലും. പക്ഷെ അവർ ഹെവി ഡോസ് ഓഫ് മെഡിക്കേഷൻ ഒക്കെ എനിക്ക് തന്ന് ഒരുവിധം കൺട്രോൾ ചെയ്തുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, റേഡിയേഷന് ഉടനെ തന്നെ തുടങ്ങണം. വായിക്കാത്തോട്ടുള്ള റേഡിയേഷൻ ആണ്. ഓൾറെഡി ഇതിനകത്ത് 60 സംതിങ് സ്റ്റിച്ചസ് ഉണ്ട്. അതിൻ്റെ വേദന, റേഡിയേഷൻ എന്ന് പറയുമ്പോഴത്തേന് നാക്കും കുടിന്നിരിക്കുകയാണ്, ലൈക്ക് ബ്ലിസ്റ്റർ ചെയ്തിരിക്കുവാണ്, വാ മൊത്തം പൊള്ളിയിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ വേദന. ഉടനെ പറഞ്ഞു കീമോയും തുടങ്ങണമെന്ന് പറഞ്ഞു. സോ റേഡിയേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ കീമോയ്ക്ക് പോകും. സെക്കൻഡ് കീമോ കഴിഞ്ഞ ഉടനെ തേർഡ് കീമോയ്ക്ക് വേണ്ടി ഞാൻ ചെന്നു. ഫസ്റ്റ് കീമോ എന്നെ ശരിക്കും ഫിസിക്കലി തളർത്തി. സെക്കൻഡ് കീമോ അതിനെക്കാട്ടിലും ഞാനൊരു ബെഡ് റിഡൻ ആയി. തേർഡ് കീമോയ്ക്ക് ചെന്ന് കഴിഞ്ഞ ഉടനെ പറഞ്ഞു, നമ്മൾക്ക് പ്രീവിയസ് കീമോയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് അവർ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യും. ഉടനെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് കീമോ തരാൻ പറ്റത്തില്ല, നിന്റെ ലിവർ ഫെയിൽ ആയെന്ന്. ഞാനപ്പം ഷോക്കായിട്ട് അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു ഓൾറെഡി ക്യാൻസർ ഉണ്ട്, അതിൻ്റെ കൂടി ഇപ്പം ലിവർ എങ്ങനെയാ ഫെയിൽ ചെയ്തെന്ന് ചോദിച്ചും പറഞ്ഞു വി ഹാവ് നോ ആൻസേഴ്സ്. ലിവർ ഫെയിൽ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അവിടെ വളരെയധികം ഷൗട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഓൾറെഡി 6 months നിങ്ങൾ എനിക്ക് തന്നേക്കുന്നു വിത്ത് ഓൾ ദ മെഡിക്കേഷൻ. ഇപ്പം നിങ്ങൾ പറയുന്നു മെഡിക്കേഷനും തരാൻ പറ്റത്തില്ല, വാട്ട്സ് നെക്സ്റ്റ് എന്ന് ചോദിച്ചുടനെ എന്നോട് ആൻസർ പറഞ്ഞത്, വി ഹാവ് നത്തിങ് ടു ഡു, വി കനോട്ട് ഡു എനിത്തിങ് വിത്തൗട്ട് ലിവർ. ഇറ്റ് ഡസന്റ് മാറ്റർ വേർ, നീ എവിടെ പോയാലും ലിവർ ഇല്ലാതെ നിന്നെ ആരും ട്രീറ്റ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ കൈവിട്ടോന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അൺഫോർച്ചുനേറ്റ്ലി ബിൻസി, ദിസ് ഈസ് ഓൾ വി ക്യാൻ ഡു. അങ്ങനെ എന്നെ അവിടുന്ന് തള്ളി. ഞാൻ എൻ്റെ ഫാമിലിയുടെ ആഗ്രഹപ്രകാരം, നിർബന്ധപ്രകാരം ന്യൂയോർക്കിൽ ഒരു വലിയ ഫേമസ് ക്യാൻസർ ഹോസ്പിറ്റലുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോഴും സെയിം തിങ് എന്നോട് പറഞ്ഞു, ലിവർ ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, ഡാളസിലാണ്. അവിടെ ഹ്യൂസ്റ്റണിൽ ഒരു ഫേമസ് ആയിട്ട് ഒരു ക്യാൻസർ ഹോസ്പിറ്റലുണ്ട്. ഉടനെ തന്നെ ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ അവരും പറഞ്ഞു, ലിവർ ഇല്ലാതെ ഞങ്ങൾക്കും ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ മുട്ടാത്ത ഡോഴ്സ് ഇല്ല. അവിടെ കടന്ന് ഞാൻ ആവുന്നത് എൻ്റെ കണക്ഷൻസ് കൊണ്ട് ഞാൻ എവിടെല്ലാം ആൾക്കാരെ വിളിക്കാമോ അവിടെ എല്ലാം കൊണ്ട് വിളിച്ചു. എല്ലാവരും ഡിസപ്പോയിൻമെന്റ്സ് ആഫ്റ്റർ ഡിസപ്പോയിൻമെന്റ്സ് എനിക്ക് തന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം എന്നോട് മമ്മി എല്ലാ ആഴ്ചയിലും പോയി ലിവറിൻ്റെ ലാബ്സ് എടുക്കണം. ഈ ലിവർ ഫെയിൽ ചെയ്തതിൻ്റെ റീസൺ കാണാൻ വേണ്ടി അതിനുള്ള ബയോപ്സി, എവിടെല്ലാം അവർക്ക് എന്നെ കിഴിക്കാമോ അവിടെ എല്ലാം കിഴിച്ച് ബയോപ്സി എടുത്തു. എന്തെല്ലാം ടെസ്റ്റുകൾ നടത്താമോ അതെല്ലാം ചെയ്തു. അവിടെ എല്ലാം അവർ പറയുന്നത് ദേ കനോട്ട് ഫൈൻഡ് ആൻ ആൻസർ ഫോർ, ഈ ലിവർ ഫെയിലിയറിൻ്റെ ആൻസർ പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എല്ലാ ആഴ്ചയിലും ലാബ് എടുത്തു കഴിഞ്ഞിട്ട് തിരികെ വരുന്നുണ്ട്. എൻ്റെ മദർ ഇൻ ലോയും ഫാദർ ഇൻ ലോയും വീട്ടിലുണ്ടായിരുന്നു. എന്നെ കാണാനായിട്ട് വന്നു, ടേക്ക് കെയർ ചെയ്യാനായിട്ട്. എൻ്റെ പേരൻസിനെ ഞാൻ ഉടനെ കൊണ്ടുവന്നില്ല, ഇച്ചിരി കൂടെ പ്രായമുള്ളത് കൊണ്ട്. ഞാൻ പറഞ്ഞു അവർക്ക് താങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എനിക്ക് ക്യാൻസർ ആണെന്ന്. അങ്ങനെ ഇൻലോസ് വന്ന് കഴിഞ്ഞിട്ടാണ് എൻ്റെ പേരൻസ് വന്നത്. അപ്പോൾ ഒരു ദിവസം എന്നോട് മമ്മി ചോദിച്ചു, ലിവർ ഫങ്ഷൻ്റെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. നമ്മുടെ നോർമൽ ലിവർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ 15 to 50 ആണ്, 50 അപ്പം ഞാൻ പറഞ്ഞു മമ്മി 1800 ആവുന്നുണ്ട്, 1900, എൻ്റേത് 2000 ഒക്കെ ആയി.
ഉടനെ എന്നോട് പറഞ്ഞു, ബിൻസി നമ്മളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ലിവർ തിരിച്ചു വരണം, മെഡിക്കേഷൻ, ക്യാൻസറിൻ്റെ മെഡിക്കേഷൻ എടുക്കണം, 6 മാസമെങ്കിൽ 6 മാസം. ഞാനപ്പോൾ ഓരോ ദിവസത്തിൻ്റെ വില ഞാൻ അന്ന് മനസ്സിലാക്കിയത്. നമ്മളെല്ലാം കോമൺലി ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചല്ലേ സാക്ഷ്യം പറയുന്ന, കഴിഞ്ഞ കാലം എന്നെ കാത്തു പരിപാലിച്ചു എന്ന്. പക്ഷെ ആ ദിവസങ്ങളിൽ ഞാൻ എപ്പോഴും ചിലപ്പം പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് 24 മണിക്കൂറിനെക്കാട്ടി ഇച്ചിരൂടെ തരണമേ, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട് കൊതി തീർന്നിട്ടില്ല, അവരുടെ കൂടെ ജീവിച്ച് എൻ്റെ ആഗ്രഹം തീർന്നിട്ടില്ല. നമ്മൾക്കെല്ലാം കുഞ്ഞുങ്ങളെ എന്ത് കഷ്ടപ്പെട്ട നമ്മൾ വളർത്തിയത്. ഞാനപ്പം മനസ്സിൽ വിചാരിച്ചു, ഒരാളുടെ പോലും ഒരു നന്മ ഞാൻ കാണാതെ എന്നെ എടുക്കണമല്ലോ കർത്താവ് എന്നുള്ള ആ ഡിസപ്പോയിന്റ്മെന്റ്സോ വിഷമോ എന്നെ ഓരോ ദിവസം കാർന്ന് തിന്നുകൊണ്ടേയിരുന്നു. ഈ ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ ആദ്യം ജോഷുവയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ തിരിച്ചു വരണം, നിന്റെ പഠിപ്പൊക്കെ നിർത്തിയേര്, കണ്ടില്ലേ നിങ്ങളൊക്കെ അങ്ങ് ദൈവത്തിന് വേണ്ടി കൂടുതലായിട്ട് പ്രയോജനപ്പെടണം, ലുക്ക് വാട്ട് ഹാപ്പൻഡ് മാമി, എനിക്ക് പറ്റിയത്, അതുകൊണ്ട് നീ ഇങ്ങ് പോരാൻ പറഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ജോഷോ പറഞ്ഞത്, മാം ഇപ്പോഴല്ല നീ റിറ്റാലിയേറ്റ് ചെയ്യേണ്ടേ, ഇപ്പോഴല്ല നീ ദൈവത്തോട് മത്സരിച്ച് നിൽക്കേണ്ടത്, ഇപ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മൾക്ക് കൂടുതലായിട്ട് വേണ്ടത്. ദൈവസന്നിധിയിൽ താണിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ നൽകും. മകനല്ലേ, കേൾക്കാതെ വേറെ രക്ഷയൊന്നുമില്ലല്ലോ. ഉടനെ ഞാൻ പറഞ്ഞു, ഓക്കെ എന്നാ പിന്നെ നീ വരണ്ട. എന്നോട് പറഞ്ഞു, നിനക്ക് എന്നെ എനി ടൈം ദാറ്റ് യു വാണ്ട് സീ മീ ഞാൻ അവിടെ കടന്നു വരാം, പക്ഷെ എന്നെ ഈ സെമസ്റ്റർ തീർക്കാതെ എന്നെ തിരിച്ച് വിളിക്കരുത്, ഞാൻ സെമസ്റ്റർ തീർന്നിട്ട് ഞാൻ കടന്നു വന്ന്. അന്നേരം ഞാൻ പറഞ്ഞു, മോനെ ഞാൻ അങ്ങ് പോയി കഴിഞ്ഞാൽ നീ റിഗ്രറ്റ് ചെയ്യും. അന്നേരം എന്നോട് പറഞ്ഞു, മാം നിനക്കൊന്നും സംഭവിക്കത്തില്ല, ഞാൻ നിന്നെ വന്ന് കാണാതെ നിനക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ കുഞ്ഞായതുകൊണ്ട് ഞാൻ ഒന്നും മറുത്ത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ ജോഷുവ, നീ പഠിച്ചിട്ട് നീ സെമസ്റ്റർ തീരുന്ന ഉടനെ കടന്നു വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി എന്നോട് ആ ദിവസം പറഞ്ഞു, ബിൻസി നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് നിന്റെ ലിവർ ഫെയിലിയർ ക്യൂർ ചെയ്തിട്ട് മരുന്നെടുത്തിട്ട് ക്യാൻസർ സൗഖ്യമാവണമെന്നല്ലേ, നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. ക്യാൻസർ മരുന്നില്ലാതെ ദൈവം നിന്നെ സൗഖ്യമാക്കിയെന്ന് അനേകർക്കൊരു സാക്ഷ്യമാവാൻ വേണ്ടി, ആ ഒരു യുണീക്ക് ടെസ്റ്റിമണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഞാനൊരു മരുമോളല്ലേ, ഇറ്റ്സ് ഈസി ടു റീപ്ലേസ്. പക്ഷെ ഞാൻ ഒരിക്കലും മമ്മിയോടായിട്ട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, മോളല്ലല്ലോ, മരുമോളല്ലേ, അത്രയ്ക്കെല്ലാം ദണ്ണം വരുത്തുള്ളൂ എന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ചു. പക്ഷെ എൻ്റെ മദർലോ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി പ്രാർത്ഥിക്കും. ഒരാൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, മമ്മി ഇത്രയും പ്രാർത്ഥിക്കണോ? ചില ഫോൺ കോൾസ്, അഡ്മിനിസ്ട്രേഷനിലുള്ള ആളല്ലേ, പപ്പായ്ക്ക് ചില ഫോൺ കോൾസ് ഒക്കെ വരുമ്പോൾ ഞാൻ വിചാരിക്കുകയോ ഇതെങ്ങനെ തരണം ചെയ്യും, പപ്പായ്ക്ക് ഇച്ചിരി ബ്ലഡ് പ്രഷർ ഒക്കെ ഉണ്ട്. സോ എൻ്റെ ആ നേഴ്സിൻ്റെ മനസ്സുള്ളത് കൊണ്ട് ഞാൻ വിചാരിക്കുമോ ഈ ഫോൺ കോൾസ് കഴിഞ്ഞ് കഴിയുന്നുണ്ടെങ്കിൽ പപ്പായുടെ ബ്ലഡ് പ്രഷർ ഹൈ ആവും, ഇനി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ മനസ്സിലൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് നേഴ്സായിട്ടൊക്കെ അവിടെ ഇരിക്കും. ഉടനെ രണ്ടുപേരും കൂടെ റൂമിലോട്ട് കയറി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് ഒന്നി ആപ്പിൾ ബീസിൽ പോയി കഴിക്കും, അല്ലെങ്കിൽ എവിടെങ്കിലും പോയി കഴിക്കും. തിരിച്ചു വരുമ്പോൾ ഞാൻ ചോദിക്കും, പ്രശ്നമല്ല സോൾവ് ആയോ? ഉടനെ പറയും, പ്രശ്നം സോൾവ് ആയില്ല, പക്ഷെ ഞാൻ ദൈവത്തിങ്കിലായിട്ട് ഇട്ടുകൊടുത്തു, പിന്നെ ഞാൻ ഇനി അതിനെക്കുറിച്ച് വറി ചെയ്യത്തില്ല. ഉടനെ എന്നോട് ഈ പ്രാവശ്യം എന്നോട് പറഞ്ഞു, ബിൻസി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തിൽ ഭരമേൽപ്പിച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് വറി ചെയ്താൽ ദൈവത്തെ അവിശ്വസിക്കുവാണ്, അത് ഏറ്റവും വലിയ പാപമാണ്. അതുകൊണ്ട് ദൈവത്തിൽ ഭരമേൽപ്പിച്ചിട്ട് വറി ഇല്ലാതെ നടക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അത്രയ്ക്കങ്ങ് വിശ്വാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ആർക്കും മരിക്കുവാൻ, ആർക്കും ഇനി 95 വയസ്സായാലും ഒരാൾക്കും, നമ്മളൊക്കെ സങ്കീർത്തനക്കാരൻ എഴുതിയതുപോലെ ഞാൻ എൻ്റെ നാളുകളെ എണ്ണുവാൻ പഠിപ്പിക്കണമേ, ചുമ്മാതാണ്. അതൊക്കെ പറയാനും സങ്കീർത്തനം വായിക്കാനും എളുപ്പമാണ്. ഒരിക്കൽ പോലും ഒരാൾ പോലും ഈ നാളുകളെ എണ്ണി ജീവിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ് എനിക്ക് ജീവിക്കണം, അല്ലാതെ വറി ഫ്രീ ആയിട്ടൊന്നും നടക്കാൻ എനിക്ക് മമ്മിയുടെ അത്രയൊന്നും വിശ്വാസമില്ല. ഉടനെ തന്നെ മമ്മി ഒരു സ്കാർഫ് എടുത്തുകൊണ്ട് വന്ന്, ഞാൻ ബെഡ് റിഡൻ ഇറങ്ങി ഓടാൻ പറ്റത്തില്ലല്ലോ, എൻ്റെ സൈഡിൽ എൻ്റെ കാലിൻ്റെ അടുക്കൽ വന്ന് അങ്ങ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിറ്റി
pretty much I was forced into that situation. കുറെ നേരം മമ്മി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീർ അറിയാതെ തന്നെ വന്നു. ഞാനിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും ഒരു ഒരു സ്പെഷ്യൽ എൻകൗണ്ടർ അല്ലെ ഒരു പേഴ്സണൽ എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അനുഭവിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ആ ചെയറിൽ ഞാൻ റിക്ലൈനറിൽ ഇങ്ങനെ കിടക്കുവാണ്. ഉടനെ ഞാൻ ഒരു ദൈവിക സമാധാനം എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് എൻ്റെ സൗണ്ട് ഞാൻ കേട്ടു, എൻ്റെ കൃപ നിനക്ക് മതി, ബലഹീനതയിൽ തികയ്ക്കുന്ന ദൈവമാണ്. പക്ഷെ എനിക്ക് അതിൻ്റെ ഡെപ്ത് ഒന്നും മനസ്സിലായില്ല. എങ്കിലും ഞാൻ അത് കേട്ട് കഴിഞ്ഞോണ്ടേ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവത്തിന്റെ കൃപ വേണമല്ലോ ഏത് രീതിയിലും. ഞാൻ പറഞ്ഞില്ലേ, വെൻ യു ആർ അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ്, നമ്മൾ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലാണ് നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവം എന്നോട് ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങൾ കൂടെ ഒക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിലും അവിടെയും ദൈവത്തിന്റെ കരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പേരൻസ് പാസ്റ്റേഴ്സ് ഒന്നും അല്ലെങ്കിലും ശക്തമായിട്ട് മാവേലിക്കരയിൽ ശക്തമായിട്ട് ഇൻ ദ ബിഗിനിങ് ടൈമിൽ പെന്തിക്കോസിന് വേണ്ടി വേർതിരിച്ചിറങ്ങിയവരാണ്. പല പ്രതികൂലങ്ങളിലൊക്കെയും അവർ തളരാതെ ഇത്രത്തോളം വിശ്വസ്തയോടെ നിർത്തിയത് കൊണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ച എന്നെ ദൈവം അങ്ങനെ തള്ളിക്കളയത്തില്ല. പിന്നെ ഈ വാക്യം കൂടെ കേട്ടപ്പോഴത്തേന് എനിക്കറിയാമായിരുന്നു എന്തെങ്കിലും ഒരു ദൈവ പ്രവൃത്തി നടക്കുമെന്ന്. കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു പോയി കിടന്നോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ റൂമിൽ പോയി കിടന്നു കഴിഞ്ഞപ്പോൾ ഒരു ടി വിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് പോലെ കഴിഞ്ഞ നാളുകളിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ ഏതെല്ലാം രീതിയിൽ ദുഃഖിപ്പിച്ചുവോ, ഈവൻ ടു ദ ഫാക്ട് ദാറ്റ് ഞാൻ എൻ്റെ മകനോട് കളിയാക്കി പറയുമായിരുന്നു, ജോഷോ ഇനി നല്ല വെമ്പിളാരെ ഒന്നും നിനക്ക് കിട്ടത്തില്ല, ഇനി ആരെങ്കിലും നീ ഒന്ന് കെട്ടിയാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഞാൻ ചുമ്മാ കളിയാക്കി പറയും. അതെല്ലാം എന്തെല്ലാം ഞാൻ ജോഷുവായെ കളിയാക്കിയോ അതെല്ലാം ഇങ്ങനെ സ്ക്രീനിൽ കൂടെ പോകുന്നത് പോലെ ഞാനപ്പോ കണ്ണു തുറന്നു. ബിക്കോസ് ലിവർ ഫെയിലിയർ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 2 months ആയി. അപ്പൊ അവരെന്നോട് പറഞ്ഞായിരുന്നു, ബുദ്ധിയെ അത് ബാധിക്കും, നിനക്കാണെങ്കിൽ എളുപ്പം നിന്റെ ബോധമൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. ഓരോ ദിവസവും ഞാൻ കുഞ്ഞുങ്ങളോട് ബായ് പറഞ്ഞിട്ട് പോകുമ്പം എൻ്റെ ഹൃദയം നുറുങ്ങിയാ പോകുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ ഇനി നാളെ കാണുമ്പോൾ എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ, ഇനി അവർക്ക് അവരെ മനസ്സിലാവാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഞാൻ അങ്ങ് ലിറ്ററലി ഞാൻ അങ്ങ് തകരുക എന്നൊക്കെ പറയത്തില്ലേ, ഒരു സീറോ. ഐ ബിക്കേം ലിറ്ററലി സീറോ. ഞാൻ എന്തെല്ലാം പൊസിഷൻസ് ഹോൾഡ് ചെയ്തോ അല്ലെങ്കിൽ എന്തെല്ലാം ഞാനാണെങ്കിൽ വില കൽപ്പിച്ചോ അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഐ റിയലി ബിക്കെയിം സീറോ. അങ്ങനത്തെ ഒരു അനുഭവത്തിന്റെ അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വന്നു. ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഇത്രയും പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ, ഇത്രയും അലച്ചു പാടേണ്ട കാര്യമുണ്ടോ, ഇത്രയും കൈകൊണ്ടേണ്ട കാര്യമുണ്ടോ, ഒരു സാമാന്യ മര്യാദയൊക്കെ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരന് ഒത്തിരി ഹാർഡ് ടൈം ഒക്കെ കൊടുക്കുമായിരുന്നു. അപ്പോഴൊക്കെ എന്നോട് പറയുമായിരുന്നു, ബിൻസി നീ ദൈവത്തെ നിന്ദിക്കരുത്, ദൈവനാമത്തെ ദുഷിക്കരുത് എന്നൊക്കെ പറയും. അപ്പോഴൊക്കെ ഞാൻ പറയുമായിരുന്നു, എനിക്കിങ്ങനൊക്കെ അങ്ങ് പോയാൽ മതി, അല്ലാതെ അങ്ങ് ഒത്തിരി ദൈവത്തിന് വേണ്ടി ഒന്നും പ്രയോജനപ്പെടണ്ട എന്നൊക്കെ പറയുമായിരുന്നു. എന്നിട്ട് ഞാൻ പറയും, ഒരു നേഴ്സ് അല്ലേ, ഞാനും രോഗികളെ ഒക്കെ നോക്കുന്നതും ടേക്ക് കെയർ ചെയ്യുന്നതും പാർട്ട് ഓഫ് മിനിസ്ട്രി എന്നൊക്കെ പറയുന്ന എക്സ്ക്യൂസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തെല്ലാം ഹസ്ബൻഡിന് ഞാൻ എപ്പോഴും ഞാൻ പറയും, എന്നോട് പറയും പ്രാർത്ഥനയ്ക്ക് മുമ്പേ എന്നോട് നീ വഴക്കിടരുത്, ബിക്കോസ് അങ്ങനെ വഴക്കിട്ടിട്ട് പോയാൽ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പാടാ. അതിന് ഞാൻ നോക്കി നടക്കും. എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം ഉണ്ടെങ്കിൽ അതങ്ങ് വലുതാക്കിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കാൻ വേണ്ടി അതൊക്കെ ഞാൻ എന്തെല്ലാം ദുഃഖിപ്പിച്ചോ അതെല്ലാം. പിന്നെ എൻ്റെ ഇൻലോസിനോട് ഞാൻ നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു, ഇതൊക്കെ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞു വിട്ട കാര്യവും ഞങ്ങളോട്. എന്നിട്ട് എപ്പോഴും എന്നോട് എൻ്റെ മദറിലോ പറയുമായിരുന്നു, നിങ്ങളെ ദൈവവേലയ്ക്ക് വേണ്ടിയാണെന്ന്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാം, അതെന്നെ ഇവൻ നടക്കത്തില്ല, ഞാൻ എൻ്റെ ജോലി വിട്ടിട്ട് ഞാൻ ഒരിക്കലും ദൈവവേലയ്ക്ക് വേണ്ടി വരുത്തില്ല, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോകത്തേ ഉള്ളെന്നൊക്കെ പറയുമായിരുന്നു. അതെല്ലാം 1 by 1 ഞാൻ ഇങ്ങനെ കാണുവാൻ തുടങ്ങി. അന്നേരം എനിക്ക് ആദ്യം ഞാൻ കണ്ണു തുറന്ന് നോക്കി, ഞാനോർത്ത് ഞാൻ അബോധാവസ്ഥയിലിട്ട് പോവായിരിക്കുമെന്ന്. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആരുമില്ല. പിന്നെ ഞാൻ കണ്ണടച്ച് കഴിഞ്ഞപ്പോൾ സ്പഷ്ടമായിട്ട്
സ്പഷ്ടമായിട്ട് ദൈവശബ്ദം എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അന്നേരവും എന്നോട് ദൈവം സംസാരിച്ചത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. അന്നേരം ഒന്നും ക്യാൻസറിന് ഒരു ക്യൂറും എനിക്ക് അവർ തന്നിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് ഡിസൈഡ് ചെയ്തു, എനിക്കിനി എൻ്റെ ജീവിതം തരുന്നുവെങ്കിൽ, എൻ്റെ ആയുസ്സിനെ നീ ദീർഘിപ്പിച്ച് തരുവാണെങ്കിൽ, ദൈവനാമ മഹത്വത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു. അന്ന് വരെ ഞാൻ വലിയ വായില് കരയുമായിരുന്നു, തകർന്ന രീതിയിൽ കരയുമായിരുന്നു, ഒരു അവിശ്വാസിയെ പോലെ കരയുമായിരുന്നു. പക്ഷെ അന്നൊരു ദൈവിക സമാധാനം എൻ്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞ ഉടനെ പിന്നെ ഞാൻ നിലവിളിച്ച് കരയത്തില്ല. ഓഫ് കോഴ്സ് വിഷമമൊക്കെ ഉണ്ട്, എങ്കിലും എന്നെ കരുതുന്ന ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ പ്രാപ്തനാണ്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മറ്റുള്ള കാര്യങ്ങളും ദൈവം കരുതുമെന്ന് ആ വിശ്വാസം എൻ്റെ ജീവിതത്തിലേക്ക് വരുവാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിലെല്ലാം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ ഈ പ്രശ്നം മാറ്റി തരണമേ, അല്ലെങ്കിൽ രോഗം മാറ്റണം, കടം മാറ്റണം, കുടുംബ പ്രശ്നം തീർക്കണം, വേദന അവസാനിക്കണം. പക്ഷെ ചില സമയത്ത് ദൈവം പ്രശ്നം മാറ്റുന്നതിന് പകരം ദൈവം അവൻ്റെ കൃപയാൽ നമ്മളെ നിറയ്ക്കും. പൗലോസ് 3 പ്രാവശ്യം, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കുറച്ചേറെ നോക്കുവാൻ തുടങ്ങി. അവിടെയും പൗലോസ് വ്യക്തമായിട്ട് അനേകർക്ക് സൗഖ്യം കൊടുത്തു, അനേകർക്ക് വിടുതൽ കൊടുത്തു, അനേക രോഗികളെ സൗഖ്യമാക്കി, അനേക പാപികളെ രക്ഷിച്ചു. കർത്താവ് ഈ പ്രശ്നത്തിൽ പൗലോസ് പ്രാർത്ഥിച്ച ഉടനെ, ഇവിടെ പറയുന്നത് 3 പ്രാവശ്യം പ്രാർത്ഥിച്ച ഉടനെ എന്താ പറഞ്ഞെന്നറിയാമോ? ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, പൗലോസിന്റെ ബലഹീനതയിൽ തികയ്ക്കുന്ന ഇതാണ് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി. ഒരു 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 എന്താണ് നമ്മൾ പലപ്പോഴും പറയത്തില്ല, ഇത് മതി നിനക്ക്. അതാണെങ്കിൽ ലിറ്ററലി അതിനെ ഏതെല്ലാം ഒരു സൗഖ്യത്തിന് വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും, പൗലോസിനെ അറിയാമല്ലോ, ശക്തമായ അഭിഷേകമുള്ള ആള്, അത്ഭുതങ്ങൾ ചെയ്ത ആള്, മരിച്ചവരെ സഭകളെ സ്ഥാപിച്ച ആള്, മരിച്ചവരെ എങ്ങനെ പല രീതിയിലുണ്ടെങ്കിലും ദൈവം പൗലോസിന്റെ കാര്യത്തിൽ പറഞ്ഞതെന്നറിയാമോ? എൻ്റെ കൃപ നിനക്ക് മതി. പൗലോസ് പ്രാർത്ഥിച്ചു, പക്ഷെ ദൈവം ആ സിക്നസിനെ എടുത്തു കളഞ്ഞില്ല. പൗലോസ് ഒരിക്കലല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടു, ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. ഞാനിത് നീക്കിക്കളയുമെന്നല്ല ദൈവം അവനോട് പറഞ്ഞത്, പിന്നെയോ എൻ്റെ കൃപ നിനക്ക് മതിയാവുന്നു. ചില സമയങ്ങളിൽ രോഗം നമ്മളിൽ നിന്ന് മാറുകയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മൾക്ക് കണ്ടിന്യൂസ്ലി കാണും, വേദന നമ്മളുടെ ജീവിതത്തിൽ കാണും. എങ്കിലും കൂടുതലായി ദൈവം നമ്മളെ കരുതുന്ന എന്തിനാണോ? ദൈവം നമുക്ക് ആ സൗഖ്യം ആ സമയത്ത് തരാത്ത എന്താണെന്നറിയാമോ? കൂടുതലായി നമ്മൾ വിനയപ്പെടണം, കൂടുതലായി ദൈവത്തിങ്കിലേക്ക് നമ്മൾ ആശ്രയം ചെലുത്തണം, കൂടുതലായി പ്രാർത്ഥിക്കണം, കൂടുതലായി നമ്മൾ വിശ്വസിക്കണം. അതിനു വേണ്ടിയാണ് ഈ കാരണമായത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പാസ്റ്ററിനോട് സംസാരിച്ചോണ്ട് എന്നോട് പറഞ്ഞ, ബിൻസി, നിനക്ക് ക്യാൻസർ അല്ല വന്നത്, പക്ഷെ നിന്റെ ഹൃദയത്തിന് ഒരു രൂപാന്തരമാണ് വന്നത്. ക്യാൻസറിന്റെ രൂപത്തിൽ നിന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഹൃദയത്തിൽ ദൈവം നിന്നെ ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നിന്റെ ജീവിതത്തിൽ നടന്നതെന്ന്. എൻ്റെ കൃപ നിനക്ക് മതിയാകുന്നു. ആ മതിയാകുന്നത് ആ കൃപയുണ്ടല്ലോ, നമുക്ക് പൂർണ്ണമാണ്, അത് ക്ഷയിക്കാത്തതാണ്, ഒരിക്കലും തീരാത്തതാണ്. നിന്റെ കണ്ണുനീരിന് എൻ്റെ കൃപ മതി, നിന്റെ വേദനയ്ക്ക് എൻ്റെ കൃപ മതി, നിന്റെ ബലഹീനതയ്ക്ക് എൻ്റെ കൃപ മതി, നിന്റെ കാത്തിരിപ്പിന് എൻ്റെ കൃപ മതി. നമ്മൾ ബലഹീനരായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ കൃപ ഒരിക്കലും ബലഹീനമാകുന്നില്ല. അത് നമ്മളുടെ ബലഹീനത തികയ്ക്കുന്നതാണ്. ഇൻ ഇംഗ്ലീഷ് ഇറ്റ് സേസ് ദാറ്റ് പെർഫെക്റ്റ് ആക്കുകയാണ്. ഒരു ഇംപ്രൂവ്മെന്റ് അല്ല, ഒരു സാറ്റിസ്ഫാക്ടറി അല്ല, ഒരു എക്സലൻസി അല്ല, ബട്ട് ഇറ്റ് മേക്സ് us പെർഫെക്റ്റ്. അത് ആ പെർഫെക്റ്റ് ആക്കുന്ന ആ ദൈവശക്തി. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചത്. നമ്മുടെ ആൾക്കാരുടെ സ്വഭാവമൊക്കെ അറിയാമല്ലോ, നമ്മളെ കാണുമ്പോൾ, നമ്മളെ ആണെങ്കിൽ കാണാൻ വന്നു കഴിഞ്ഞിട്ട് കടന്നു പോകുന്ന ഉടനെ വളരെ കരഞ്ഞുകൊണ്ടും, പിന്നെ കുറെ എക്സാമ്പിൾസ് പറയും, എൻ്റെ അങ്കിളിന് ഇതുണ്ടായിരുന്നു, എൻ്റെ മാവിന് ഇതുണ്ടായിരുന്നു, അവർക്ക് ഇതുണ്ടായിരുന്നു, അയൽക്കാർക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാ ഔട്ട്കം എന്താ പറയുന്നതെന്ന് അറിയാമോ? ഇവരെല്ലാം മരിച്ചു പോയെന്നാണ്. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ പറയാറുണ്ട്, ഇവരെന്നെ കാണാൻ വരുവാണോ, എന്നെ കംഫർട്ട് ചെയ്യാൻ വരുവാണോ, എന്നെ തളർത്താൻ വരുവാണോ? പിന്നെ ലാസ്റ്റിൽ
ലാസ്റ്റിൽ ഒരു പിക്ചറും എടുക്കും. എന്തിനാണെന്നറിയാമോ? ഇനി കണ്ടില്ലെങ്കിൽ ലാസ്റ്റിൽ ഒരു പിക്ചർ എടുത്തു എന്നുള്ള എന്നിട്ട് സ്റ്റാറ്റസ് ഇടാമല്ലോ. ലാസ്റ്റിൽ ഞങ്ങൾ ബിൻസിലൂടെ ആയിരുന്ന സമയം ഇതൊക്കെ ഞാൻ ഹസ്ബൻഡിനോട് കംപ്ലൈന്റ് ആയിട്ട് പറയുമായിരുന്നു. അന്നേരം എന്നോട് പറയുമായിരുന്നു, ബിൻസി നീ അവരെ ഒന്നും മൈൻഡ് ചെയ്യണ്ട. ഓരോ ദിവസവും ഞാൻ പറഞ്ഞില്ലേ, ലിറ്ററലി അത് കഴിഞ്ഞപ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ടേ പോയിക്കൊണ്ടേയിരുന്നു. ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകാശിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ അത്ഭുത രഹസ്യം എന്ന് പറയുന്നത്, സീക്രട്ട് ഓഫ് ഹെവൻ എന്ന് പറയുന്നത്, നമ്മൾ ശക്തി ആഗ്രഹിക്കും, പക്ഷെ ദൈവം ബലഹീനത അനുവദിക്കും. അതിൽ കൂടെ ദൈവം നമ്മളെ ശക്തീകരിക്കും. നമ്മളെപ്പോഴും നിയന്ത്രണം, ലൈക്ക് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഐ ഹാവ് ടു ഹാവ് എ ഹോൾഡ് ഇൻ എവറിത്തിങ്. ലൈക്ക് എപ്പോഴത്തിനും ഒരു നിയന്ത്രണം ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ ദൈവ സമർപ്പണമാണ് എന്നെ ഈ ശോധനയിൽ കൂടെ പഠിപ്പിച്ചത്. എനിക്ക് എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഫിക്സ് ചെയ്യണം. എപ്പോഴും ഇന്ന് ഒരു പ്രോബ്ലം ഉണ്ടായ നാളത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്യത്തില്ല. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ടേക്ക് ഇറ്റ് ഈസി എന്നുള്ള ഒരാളാണ്. ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്ത് നടന്നാലും അത് ഉടനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അത് 5 മിനിറ്റ് പോലും ലേറ്റ് ആവാൻ പറ്റത്തില്ല. ക്വിക്ക് ഫിക്സ് ചെയ്യേണ്ട ഒരാളാണ്. അപ്പോഴെപ്പോഴും എന്നോട് പറയും, വൈ ഡോണ്ട് യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി. അതൊന്നും എനിക്ക് പറ്റത്തില്ല. എല്ലാത്തിനും ഒരു ആൻസർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ നിയന്ത്രണത്തില് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വന്നപ്പോഴാണ് ഞാൻ ദൈവത്തിങ്കിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുവാൻ ഞാൻ തന്നെ പഠിച്ചത്. എന്നെ തന്നെ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ജീവിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിനായി. ഇനിയുള്ള സമയം ദൈവത്തിനു വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ വേണ്ടി. നമ്മൾ എന്തുകൊണ്ട് ബലഹീനരാക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കുവാൻ വേണ്ടി, കൂടുതലായി വിശ്വസിക്കാൻ വേണ്ടി, കൂടുതലായി ദൈവത്തിൽ ആശ്രയം വെക്കുവാൻ വേണ്ടി, നമ്മളുടെ ബലത്തിൽ ഊന്നാതിരിക്കാൻ വേണ്ടി. ദൈവം വിശ്വസ്തൻ. ദൈവത്തിന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ഡോക്ടേഴ്സ് എല്ലാം ഞാൻ തന്നെ ഇച്ചിരി പ്രൗഡായിരുന്നു. ഞാൻ അവിടെ ജോലി ചെയ്തത് കൊണ്ട് എല്ലാം എക്സ്പെഡൈറ്റ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ടൈംലി അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏത് നിമിഷവും ഞാൻ ആ യൂണിവേഴ്സിറ്റി ഓഫ് പെൻ ഡോക്ടേഴ്സിൽ, അല്ലെങ്കിൽ എൻ്റെ ഹുക്കപ്സിലോ എൻ്റെ കണക്ഷൻസിലോ ഞാൻ പ്രൗഡായപ്പോ അല്ലെങ്കിൽ ബോസ്റ്റ് ആയപ്പോ അതെല്ലാം തട്ടി മാറ്റിട്ട് അവരെല്ലാം എന്നെ കൈ ഒഴിഞ്ഞു. അപ്പോഴാണ് ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയാൻ പറ്റിയത്. ദൈവത്തിന്റെ മഹത്വം ആർക്കും ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല. ഈ 3 മാസം കഴിഞ്ഞ അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് 6 മാസം കഴിഞ്ഞാണ്. ഈ 3 മാസം വേദന എന്ന് പറഞ്ഞ വേദന, ക്യാൻസറിന്റെ വേദന നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ ഈ വായിലെ വേദന, കയ്യേൽ വേദന, കാലേൽ വേദന. ബിക്കോസ് ഇവിടുന്നെല്ലാം ഓരോ ഇച്ചിരി പാർട്സ് എടുത്ത എൻ്റെ ഇച്ചിരി ഒന്ന് ടെമ്പററി ഫിക്സ് ചെയ്തേ. പക്ഷെ ലിവർ ഫെയിൽ ചെയ്തപ്പോഴത്തേന് എനിക്ക് ഒരു പെയിൻ മെഡിക്കേഷനും എടുക്കുവാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു പെയിൻ മെഡിക്കേഷൻ എനിക്ക് തന്നാൽ ഉടനെ എനിക്ക് സീഷർ വരും. അത് കഴിഞ്ഞ് സീഷർ വന്നു കഴിയുന്നോണ്ട് ഞാൻ മരിച്ച പോലെ ആകും. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, വെരി സോറി ടു സേ ദാറ്റ് യു വുഡ് നോട്ട് ബി ഏബിൾ ടു ടേക്ക് എനി മെഡിക്കേഷൻസ്. ഒരു മെഡിക്കേഷൻസും ഇല്ലാതെ ഒരു ദിവസം ഞാൻ ബെഡ് റിഡൻ ആണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഈവൻ ഓരോ കാര്യങ്ങളും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് കൊണ്ടായിരുന്നു എനിക്ക് കഴിയേണ്ടി വന്നത്. ഈവൻ ലിറ്ററലി ബ്രഷ് ചെയ്യുന്ന കാര്യത്തിലും എല്ലാം, ബാത്റൂമിലും ദൈനംദിന ജീവിതത്തിൽ ഡെയിലി ആക്ടിവിറ്റീസ് വരെ എനിക്ക് മറ്റുള്ളവരുടെ ആശ്രയം കാണേണ്ടി വന്നു. അപ്പം നമ്മൾ മറ്റുള്ളവരെ ബോദർ ചെയ്യുന്നു. ഞാൻ സർജറിയുടെ തലേ ദിവസം വരെ ഫുൾ ടൈം ജോലി ചെയ്തു, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ഡെയിലി ടാസ്കിന് വേണ്ടി പോലും ഞാൻ മറ്റുള്ളവരിൽ ആശ്രയം കണ്ടപ്പോൾ ചില സമയത്ത് ഈ വേദന അങ്ങ് ഭയങ്കരമായിട്ട് സഹിക്കാൻ വയ്യാത്ത വേദനയായിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, മതി കർത്താവേ, എനിക്ക് വയ്യ. എങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം കാണുന്നുണ്ട്, പിന്നെയും ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഒരു ദിവസം ഞാൻ ചർച്ചിൽ കടന്നുപോയി. എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ വരണ്ട. പക്ഷെ വീട്ടിനകത്തിരിക്കുവല്ലേ, എത്ര നേരം എന്ന് പറഞ്ഞാൽ സീലിംഗ് നോക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കിന്ന് ചർച്ചിൽ വരണം.
ഞാൻ നേരത്തെ ചർച്ചിൽ ചെന്നു, ബിക്കോസ് എന്നെ ഇങ്ങനെ കൈ താങ്ങി എടുത്തോണ്ടാണ് പോവണ്ടേ. ഞാൻ അങ്ങനെ ചെയറിൽ ചെന്നിരുന്നു. ഞാനങ്ങ് കരയാൻ തുടങ്ങി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സർജറിയിൽ ഈ നെർവ്സ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇവിടുത്തെ സെൻസേഷൻ ലൂസ് ചെയ്തു. പിന്നെ കണ്ണുനീര് വരത്തില്ലായിരുന്നു, ബിക്കോസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട്. അപ്പം കണ്ണുനീര് പ്രൊഡ്യൂസ് ചെയ്യും, ബട്ട് ഇറ്റ് വോണ്ട് കം ഔട്ട്. ആ ഡക്റ്റ് എല്ലാം അത് ക്ലോഗ് ചെയ്തിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് എന്നോട് പറയും, കരയരുത്, കരഞ്ഞാൽ കണ്ണുനീര് വരും. കണ്ണുനീര് വന്നാൽ അത് സൈനസിന്റെ സോക്കറ്റിലോട്ട് പോയി അത് പിന്നെ സൈനസൈറ്റിസ് ആവും. ഉടനെ ഞാൻ ആ ചർച്ചിൽ ഇരുന്നപ്പോഴേ ഞാൻ പിന്നെ വളരെ പിന്നെ കൺട്രോൾ ചെയ്യും കരയാതിരിക്കാൻ. ഹൃദയം തകർന്ന് വേദന എടുത്താലും ഞാൻ ആ ചർച്ചിൽ ഇരുന്ന് പറഞ്ഞു, കർത്താവേ, എനിക്ക് കരയാനുള്ള ഒരു അവകാശം പോലും ഇല്ലല്ലോ. ഞാൻ ആ ചർച്ചിൽ ഇരുന്ന് എല്ലാവരും നോക്കി, എല്ലാവരും ആരോഗ്യത്തോടെ ഒക്കെ നടത്തുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഞാൻ ഇത്ര യങ് ആണ്, എനിക്ക് നടക്കാൻ കഴിയത്തില്ല, വർത്താനം പറയാൻ കഴിയുന്നില്ല. ഞാൻ ഏങ്ങലടിച്ച് ഒത്തിരി കരയാൻ തുടങ്ങി. എൻ്റെ ചർച്ചിൽ കുറെ ആന്റിമാരുണ്ട്. ഇവരെൻ്റെ ഏങ്ങലടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും കരയാൻ തുടങ്ങി. അവർക്കും അറിയാം ഞാൻ എന്തുമാത്രം വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഹസ്ബൻഡ് ചർച്ചിൽ പോയപ്പോൾ എനിക്കാണെങ്കിൽ കുടിക്കാൻ, കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി കുടിക്കുവാൻ എനിക്ക് ഇച്ചിരി വെള്ളം വേണം, ബിക്കോസ് മൗത്ത് എല്ലാം ഡ്രൈ ആണ്. എനിക്ക് പക്ഷെ നടക്കാൻ പറ്റത്തില്ല. ഞാൻ എഴഞ്ഞ് ചെന്ന് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് ഞാൻ ചാച്ചയോട് പറഞ്ഞു, ചാച്ച ഇനി എന്നെ തന്നെ ഇട്ടിട്ട് പോവരുത്, അതുപോലെ എനിക്ക് ഒട്ടും വയ്യാന്ന് പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് ഇളയ ആളെ ഇരുത്തിയിട്ട് പോവാം. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് ചർച്ചിൽ വരണം. അങ്ങനെ ആ സൺഡേ ചെന്നത്. എല്ലാവരും ശക്തമായിട്ട് ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, ഒരു പ്രാർത്ഥിക്കുന്ന സഭയുണ്ടെങ്കിൽ, ഞങ്ങളുടെ ചർച്ചിൽ ഒത്തിരി വളരെ ആൾക്കാരൊന്നും ഇല്ലെങ്കിലും ഞാൻ ശക്തമായിട്ട് ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ സഭയിൽ നടക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ ബലം ഞാൻ തന്നെ അനുഭവിച്ചറിയാൻ ഇടയായി. എല്ലാവരും ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയ ഉടനെ എൻ്റെ കണ്ണിക്കൂടെ ഒരു കണ്ണുനീർ, ഒരു ഡ്രോപ്പ് ഓഫ് ടീയേഴ്സ് വരുവാനിടയായി. അപ്പോഴെനിക്ക് മനസ്സിലായി ദൈവപ്രവൃത്തി എൻ്റെ ശരീരത്തിൽ എനിക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. അന്നൊന്നും എനിക്ക് ക്യൂർ കിട്ടുമോന്ന് അറിയത്തില്ല, പക്ഷെ ആ ദൈവസ്നേഹം എൻ്റെ ഉള്ളിൽ വന്നു, ദൈവ സമാധാനം എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ മരണ ഭയം മാറി തുടങ്ങി. ഞാൻ അപ്പോൾ മനസ്സിലാക്കി, ദൈവത്തോട് ഞാൻ എന്തുമാത്രം അകന്നുകൊണ്ട് ഇരുന്ന സമയങ്ങളിലാണ് ആ മരണഭീതി എന്നെ വേട്ടയാടി കാർന്ന് തിന്നുകൊണ്ടേ ഇരിക്കുവാണ്. പക്ഷെ when you become so familiar to God, ആ ദൈവത്തിലുള്ള ആ വിശ്വാസം, ആ അറ്റാച്ച്മെന്റ് കൂടി കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ വിശ്വാസത്തിൽ കൂടുതലായി വർദ്ധിക്കുവാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ദൈവം എന്നെ പണിയും, ഈ ദൈവം എന്നെ അനേകരുടെ മുമ്പിൽ ഒരു സാക്ഷിയായി തീർക്കും. 6 മാസം കഴിഞ്ഞ ഉടനെ ഞാനാണെങ്കിൽ ഈ റിസൾട്ടിന് വേണ്ടി പോയി. അതിന് മുമ്പ് എൻ്റെ പെറ്റ് സ്കാനൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞ ഉടനെ പിന്നെ ഹസ്ബൻഡ്, ഇതെല്ലാം വളരെ പെട്ടെന്നാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. പക്ഷെ ഇത് നടക്കുന്നതിന് 1 വർഷം മുമ്പേ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ആഫ്രിക്കയിൽ ഒരു മിഷൻ വർക്കിന് വേണ്ടി ഒരു പ്രോഗ്രാം എടുത്തായിരുന്നു. ഞാൻ ആവുന്നത് പറഞ്ഞു പോകരുതെന്ന്. എൻ്റെ ചർച്ചിലെ ആന്റിമാർ പറഞ്ഞു, ബിൻസി പാസ്റ്ററിനെ വിടണം. അപ്പോഴേ എൻ്റെ മനസ്സിൽ ഇച്ചിരി ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. എനിക്ക് ഒട്ടും വയ്യ. എൻ്റെ ചേച്ചി പറഞ്ഞു എന്നെ ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഒരു ആന്റി എന്നോട് പറഞ്ഞു, ബിൻസി പാസ്റ്റർ പോവട്ടെ, പോയി കഴിയുന്ന ഉടനെ ദൈവപ്രവൃത്തി ഇവിടെ നടക്കും, ബിൻസി ക്യാൻസർ ഫ്രീ ആണെന്ന് ദൈവം ഡോക്ടേഴ്സ് പറയുന്നു പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു, സടാ, എന്നോട് ഒരാൾക്കും സ്നേഹവും ഒരു സിമ്പതി ഇല്ലല്ലോ, ഈ ഹസ്ബൻഡിനോടാണല്ലോ എല്ലാവർക്കും അങ്ങ് സ്നേഹമെന്ന്. അപ്പൊ ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി, എനിക്ക് ഹസ്ബൻഡിനെ വിടാൻ ആഗ്രഹമില്ല, ചാച്ചയോട് പോകരുതെന്ന് പറഞ്ഞാലും പോകും. ചാച്ചയോട് പറഞ്ഞപ്പം പറഞ്ഞില്ല, ദൈവപ്രവൃത്തി നിന്നിൽ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 6 months കഴിഞ്ഞിട്ട് ഞങ്ങള് റിസൾട്ടിന് വേണ്ടി ഞാൻ തനിയെ പോയി. മനസ്സിൽ ഇച്ചിരി ദേഷ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആരെയും കൂടെ കൊണ്ടുപോയില്ല, ഞാൻ തനിയെ പോയി. അത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, പ്രൈവറ്റ് നേഴ്സ് എന്ത് ചെയ്യാൻ ചോദിച്ചു. ബിക്കോസ് ഹസ്ബൻഡാണ് ഇതെല്ലാം ടേക്ക് കെയർ ചെയ്യുന്നതും ഡ്രസ്സിങ് ഒക്കെ ചെയ്യുന്നത്, എപ്പോഴും എൻ്റെ കൂടെ വരുന്നതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ആഫ്രിക്കയിൽ. അന്നേരം എന്നോട് ചോദിച്ചു, നീ അത്രയ്ക്ക് ഹാർഡ് ടൈം ചെയ്ത് പുള്ളി ആഫ്രിക്കയ്ക്ക് ഓടിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു,
പറഞ്ഞില്ല ഇങ്ങനെ ഒരു മിനിസ്ട്രിയാ. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ആ ഡോക്ടറിനോട് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഒരു പാസ്റ്റർ ആണെന്ന്. അതിനു മുമ്പ് ഈ ഹസ്ബൻഡ് ആണെങ്കിൽ ആൾക്കാരോട് ഈ പാസ്റ്റർ ആണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, അതിൻ്റെ ഇപ്പൊ ഉടനെ തന്നെ ഈ പാസ്റ്റർ ആണെന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? നല്ലൊരു ജോലി ഉണ്ടല്ലോ, നല്ലൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ. അന്നേരം എന്നോട് പറയുമായിരുന്നു, ബിൻസി ദൈവത്തിന്റെ ദാസനായിരിക്കുന്നതിന്റെ മഹത്വം നിനക്കറിയത്തില്ല എന്ന്. അത് അന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, ഒരു ആഡമൻ നേച്ചർ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞൊരു പാസ്റ്റർ ആണ്. അന്നേരം എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്ത് ചെയ്യുവാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു വാട്ട് ഹി വാസ് ഡൂയിങ് ഇൻ ആഫ്രിക്ക. ഉടനെ എന്നോട് പറഞ്ഞു, ബിൻസി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ റിസൾട്ട്, അത് ഈ റിസൾട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബിൻസി എല്ലാ ടെസ്റ്റും എല്ലാ സ്കാനും ഞങ്ങൾ റിപ്പോർട്ട്സ് നോക്കി, വി ആർ ഓൾസോ വെരി, ഞങ്ങൾക്ക് തന്നെ അതിശയമായി ആകുമാറ് നിന്റെ ശരീരത്തിൽ ഒരു ക്യാൻസർ സെല്ല് പോലും ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ 1.5 വർഷമായി 6 മാസം എനിക്ക് കാലാവധി തന്നതാണ്. 6 മാസത്തിൽ കൂടുതൽ ജീവിക്കത്തില്ല എന്ന് പറഞ്ഞതാണ്. എന്നെ 1.5 വർഷമാക്കി ദൈവം എന്നെ നടത്തുന്ന വഴികള് ഈ ദിവസങ്ങളില് ദൈവത്തിന് വേണ്ടി കൂടുതലായിട്ട് പ്രയോജനപ്പെടണം. കുടുംബമായി തലമുറയായി ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവുമാണെന്ന്, കുടുംബമായി ദൈവവേല ചെയ്യുവാൻ വേണ്ടി ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്കുള്ള സന്ദേശം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്, മാറാത്തതായ ഏതെങ്കിലും രോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അവസാനിക്കാത്ത എന്തെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഓൺ ഗോയിങ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, കുടുംബ പ്രശ്നമുണ്ടെങ്കിൽ, ഞാനൊന്ന് പറയട്ടെ, ഞങ്ങളുടെ 2 പേരുടെയും വിഷൻ ആൻഡ് മിഷൻസ് വെർ എൻറ്റയർലി ഡിഫറെന്റ്. എനിക്കെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സുഖവും സൗകര്യവും എല്ലാം കൂടെ എൻജോയ് ചെയ്ത് ജീവിക്കണം. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ പേരൻസ് ഒക്കെ ദൈവത്തിന് വേണ്ടി ഒത്തിരി ഓടി ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. തലമുറകളായ നമ്മളൊക്കെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ഐ ഫെൽറ്റ് ലൈക്ക് വി വെർ ഞങ്ങൾ എൻറ്റൈറ്റിൽഡ് ആണെന്നുള്ള ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു. ഞാൻ പറയാം, ആ അനുഗ്രഹമൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് അതൊക്കെ അങ്ങനത്തെ ജീവിതം നയിച്ചാൽ മതിയെന്ന് പറയുമായിരുന്നു. പക്ഷെ ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ, എല്ലാ കൗൺസിലേഴ്സിനെക്കാട്ടിലും ഏറ്റവും നല്ല കൗൺസിലർ എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയാണ്. ദൈവത്തോട് അടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡിഫറൻസസ് ഒക്കെ കുറയുവാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു ഇറിറ്റേഷൻസ് ഇല്ല. ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതലായി പ്രയോജനപ്പെടും. ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുക, ദാറ്റ് ഈസ് ദി സൊല്യൂഷൻ ഫോർ എവറി സിംഗിൾ പ്രോബ്ലംസ്. ഏത് പ്രോബ്ലത്തിന്റെയും സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുക, ദൈവത്തിന് വേണ്ടി കൂടുതലായിട്ട് പ്രയോജനപ്പെടുക. നമ്മളെല്ലാം ഈ ലോകത്തിൽ നിന്ന് എന്നെങ്കിലും ഈ ലോകത്തിൽ നിന്ന് പോകേണ്ടവരാണ്. വെദർ ക്യാൻസർ ഉണ്ടെങ്കിലും ക്യാൻസർ ഇല്ലെങ്കിലും നമ്മൾ ഫോർ എവർ ഇവിടെ കാണത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, വെൽ ഡൺ ബിൻസി, നല്ല ദാസനെ നല്ല ദാസി എന്നുള്ള പേരിന് നമ്മൾ യോഗ്യരാകണം. ഇത് ടെമ്പററി ആണ് നമ്മുടെ ഇവിടുത്തെ ജീവിതം. ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ, ദൈവം നിങ്ങളോട് ഇന്ന് പറയുന്നത്, എൻ്റെ കൃപ നിനക്കും മതി. നിങ്ങൾ ഏതെല്ലാം രീതിയിൽ ആഗ്രഹിക്കുന്നുവോ, തലമുറകൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നുവോ, പ്രാർത്ഥിക്കുന്നു, അവരെ കുറിച്ച് ദുഃഖിക്കുന്നു, ആ കൃപയിലേക്ക് നമ്മളൊന്ന് മടങ്ങി വന്നാൽ മതി. ആ കൃപ മതി. തലമുറകളില് അല്ലെങ്കിൽ ദൈവപ്രവൃത്തി നടക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും ദൈവപ്രവൃത്തി നമ്മളിലേക്ക് നടത്തുവാൻ കഴിയും. നമ്മൾക്ക് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ഈ കണ്ണുകളെ അടയ്ക്കുവാം. ഈ കൃപ നമ്മൾക്ക് ഓരോ ദിവസം അത് പുതുകി വരത്തക്കവണ്ണം, ഇന്നലത്തെ കൃപയല്ല നമ്മൾക്ക് ഇന്ന് വേണ്ടത്, ഇന്നത്തെ കൃപയല്ല നാളെ വേണ്ടത്. എവറി സിംഗിൾ ഡേ, ഓരോ ദിവസവും പുതുകി വരുന്ന തരക്കണം ആ കൃപയിൽ നമ്മളെ ഒന്ന് നിറയ്ക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാമോ? എന്റെ പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഈ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ഓരോ ദിവസവും ജീവിക്കുവാൻ ആവശ്യമാകുന്ന ദൈവിക കൃപയിൽ നമ്മളെ നിറയ്ക്കണമേ. അതാണ് നമ്മളുടെ ആഗ്രഹം, അതാണ് നമ്മളുടെ ആഗ്രഹം. ഈ നാളുകളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി കെട്ടുപണികരാക്കി തീർക്കുവാൻ, ദേശങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ഹല്ലേലൂയ, കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ
നമ്മളെ പ്രാപ്തരാക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ഓരോരുത്തരും ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ഈ ലോകത്തിലുള്ളതെല്ലാം നശ്വരമാണ്. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ആ ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ഇതേ കർത്താവെ ആരൊക്കെ ഈ സാക്ഷ്യം കേൾക്കുന്നുവോ, ഹല്ലേലൂയ ഏതെല്ലാം പ്രയാസങ്ങളിൽ കൂടെ കടന്നു വരുന്നുവോ, കടന്നു പോകുന്നുവോ, അതിലെല്ലാം അങ്ങയുടെ കൃപ അവരോട് ഓരോരുത്തരും കൂടെ ഇരിക്കണമേ. ആ കൃപ ഹല്ലേലൂയ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മനസ്സിലാക്കുവാനും അത് രുചിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുവാനുള്ള ദൈവിക കൃപ ഓരോരുത്തർക്കും നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമമഹത്വത്തിനായി മാത്രം തീർന്നാട്ട് യേശു അപ്പച്ചന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ എന്റെ പൊന്നുപിതാവേ. ആമേൻ. 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 തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരിനായി ചൂടും പകർന്നു തന്നിൽ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം